അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നും ഈ അവസരം എന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ എനിക്ക് തന്ന സർവശക്തനെ അല്ലെങ്കിൽ ഇവിടെ ഉണരാനും സംസാരിക്കാനും അവസരം തന്ന സർവശക്തനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ SPG ഫോൺട്രാക്ക് ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ ഓൾ അപ്ലയൻസ് ആൻഡ് അസോസിയേറ്റ്സ് എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സാജിദ് ഫ്രം കണ്ണൂർ. 20 വർഷത്തോളമായി ഉള്ള പ്രവാസം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അത് നിർത്തിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും സ്റ്റിക്ക് ഔട്ട് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടിലേക്ക് വന്നതാണ്. അതിനിടയിൽ കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല സൂപ്പറായ ഓപ്പർച്യൂണിറ്റി MI ലൈഫ് സ്റ്റൈൽ അഭിമാനത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയും ശക്തമായി ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു ടീമിനെ ഹോൾഡ് ചെയ്തു പോകുന്നു. എന്റെ ഇന്നത്തെ ഉത്തരവാദിത്വം MC ചെയ്യുക എന്നതാണ്. ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് മറ്റാരുമല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ ട്രെയിനിങ്ങും മെന്ററിങ്ങും ടീച്ചിങ്ങുമായി ഒരുപാട് ഭാഷകളും സബ്ജക്റ്റുകളും അനായാസം കൈകാര്യം ചെയ്തിരുന്ന ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനത്തിൽ ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ ഞാൻ ഒരു ലെറ്റേഴ്സ് ഞാൻ ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ്, മോഡൽ ടു അതേഴ്സ് ആണ്, അതുപോലെ തന്നെ അക്യുറേറ്റ് ആയിട്ട് ഇൻസ്പയർഡ് ലെജൻഡറി ലീഡർ ആണ് അദ്ദേഹം. ഇതിന്റെയൊക്കെ ആദ്യാക്ഷരം ചേർത്താൽ നമുക്ക് അദ്ദേഹത്തെ പേര് കിട്ടുമെന്ന് മാത്രമല്ല, അതൊക്കെ തന്നെയാണ് അദ്ദേഹം. ഈ അടുത്ത് അദ്ദേഹം കമ്പനിയിൽ തന്നെ ടോപ്പ് ഏണറായ ആവേശവും പ്രചോദനവും ഇതിഹാസവുമായ മുബിൻ സാറിന്റെ കൂടെ റെയിൻബോ എന്ന പ്രോഗ്രാമിൽ നമ്മളെ ലോകത്തെ തന്നെ ബിസിനസിന്റെ അല്ലെങ്കിൽ എല്ലാ അത്ഭുതങ്ങളുടെയും എല്ലാ സ്റ്റാർട്ടിംഗ് പോയിന്റായ ദുബായിൽ അദ്ദേഹം ഒരാഴ്ചയോളം മുബിൻ സാറിന്റെ കൂടെ കഴിഞ്ഞു. നമ്മുടെ എവറസ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ സ്ഥായിയായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ക്രിയേഷനായ ബുർജ് ഖലീഫ പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉത്തുംഗതയിൽ ചെന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് തീരുമാനങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് അദ്ദേഹം ഇൻസൈറ്റ് എന്ന മുബിൻ സാറിന്റെ പ്രോഗ്രാമിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്റ്റാജിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരുപാട് ആവേശങ്ങൾ വിതറിക്കൊണ്ടാണ് അന്ന് അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെയൊക്കെ ആവേശമാണ്. അദ്ദേഹം ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്കൊക്കെ വളരെ ആവേശവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയുമാണ്. ഇന്നലെ ഒരു ലീഡർ എന്നോട് പറഞ്ഞിരുന്നു, കണ്ണൂര് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ ലീഡേഴ്സിന്റെ അഭാവമുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തോട് കൊടുത്ത മറുപടി, ഞങ്ങൾക്ക് ഇസ്മായിൽ സാർ ഉണ്ട്, അത് 1000 കോഴിക്ക് അരക്കാടയാണ്. അദ്ദേഹത്തെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക്, കാരണം ഏത് അറ്റം വരെയും ഏത് ഡയമണ്ട്ഷിപ്പ് വരെയും ഞങ്ങൾക്ക് പോകാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് അദ്ദേഹത്തിന് തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകൊണ്ട് മാത്രമല്ല, ഇസ്മായിൽ സാറിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ്. അതോടൊപ്പം ഈ അടുത്ത് തന്നെ മുബിൻ സാറിനെ ഇൻസൈഡ് ട്രെയിനിങ് പ്രോഗ്രാമിൽ താജിന്റെ ടാഗ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ നമുക്ക് ഏതായാലും ഇവിടെ ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം ടു സ്ക്രീൻ മിസ്റ്റർ ഇസ്മായിൽ സാർ. Thank you. Very happy and lovely morning, Ismail sir. What a wonderful, nice introduction. Really congratulate. Inshallah. പടച്ചുറപ്പ് ഇതുപോലുള്ള എല്ലാ വചനങ്ങളും നമുക്കും ഏവർക്കും സത്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Congratulations once again, Mr. Sai sir is one of the most powerful, iconic leader in Kannur, who is holding the flag of MI Lifestyle with SPG and all other institutions. നമുക്ക് ഇന്ന് വൈലൈഫിനകത്ത് നമ്മുടെ മനോജ് സാറുടെ അണ്ടറിലുള്ള വിനോദ് സാറുടെ അണ്ടറിലുള്ള വലിയൊരു ടീമിനെ വോട്ട് ചെയ്യുന്നതിൽ കണ്ണൂരിലെ ഏറ്റവും പവർഫുൾ, എല്ലാവരുടേക്കും ഒരു ലീഡറാക്കാൻ പറ്റുന്ന വലിയ ടീമിനെ നയിക്കുന്ന, TC ലെവലിൽ തന്നെ ഒരുപക്ഷെ NTCകൾ ചെയ്യുന്ന, RTCകൾ ചെയ്യുന്ന, STCകൾ ചെയ്യുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ് കാണിച്ച പവർഫുൾ ലീഡറാണ്. ആൻഡ് ഐ ആം ഷുവർ ഹി ഈസ് വൺ ഓഫ് ദി ഡയമണ്ട് ഇൻ മൈ ടീം, നോ ഡൗട്ട്. ഇൻഷാല്ലാ അത് സംഭവിക്കട്ടെ. അതുപോലെ തന്നെ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാനായതിലെ. കാര്യം ഇന്ന് വെള്ളിയാഴ്ച, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഫ്രൈ ഡേ എന്നാണ്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതിനർത്ഥം എന്താ പറയാ, ഫ്രൈ ഉണ്ടാക്കിയിട്ട് നല്ല കരിച്ചതും പൊരിച്ചതും ഉണ്ടാക്കിയിട്ട് തിന്ന് കിടന്നുറങ്ങുക, അങ്ങനെ ഒരു അർത്ഥം ചിലർ വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് മൈലൈഫുകാരെ സംബന്ധിച്ചോളം ഇത് വെള്ളി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച മാത്രമല്ല, അവർക്കിത് സ്വർണത്തിന്റെ ആഴ്ചയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് മഹത്തരമുണ്ട്. വെള്ളി എന്ന് പറയുന്നത് എന്താ പറയാ, ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വിഷിംഗ് ഓൾ ഓഫ് യു ദി ബെസ്റ്റ് ക്ലോസിംഗ് ഫോർ ടുഡേ ഓൾസോ. ക്ലോസിംഗ് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസിന്റെ യഥാർത്ഥ പച്ചയായ വിജയം കാണപ്പെടുന്ന ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇന്നാണ് നമ്മളുടെ ഡേ ഓഫ് ദി റിസൾട്ട്, ഡേ ഓഫ് ദ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ. ഇന്നിങ്ങനെ സെയിൽസ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഒരുപാട് സംഖ്യ വരുന്ന ദിവസമാണ്. അപ്പൊ ഭയങ്കര ത്രില്ലിംഗ് ആണ്.
എന്ന് മാത്രമല്ല വെള്ളിയാഴ്ചയെ കുറിച്ച് പറയുന്നത് പോലും വൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദി വബ്തഗൂ മിൻ ഫളില്ല എന്നൊരു ആയത്തുണ്ട്. ആയത്തും എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇന്നത്തെ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒത്തൊരുമയുടെ ആ വലിയ പ്രാർത്ഥനാ സംഗമം കഴിഞ്ഞാൽ പിന്നെ എന്നാണ് നിങ്ങൾ പരക്കെ നടന്നിട്ട് ബിസിനസ് ചെയ്തോന്നാണ്. അപ്പോ ബിസിനസ്സിന് സാധ്യമായ ഡേ, അതുകൊണ്ട് വെള്ളി ഭയങ്കര ദിവസമാണ്. എന്തായാലും ശരി, വിഷിംഗ് ഓൾ ഓഫ് യു ദി വണ്ടർഫുൾ ഫ്രൈഡേ ടു യു ആൻഡ് ഓൾസോ എ ബെസ്റ്റ് ക്ലോസിംഗ് ഫോർ ദിസ് ഡേ ഓൾസോ. എന്തായാലും ഐ റിയലി താങ്ക് യു ഓൾ ഓഫ് യു ടു ബി ഹിയർ. കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരുപാട് എന്താ പറയാ ആളുകൾ ഈ സെഷനുകൾ രാവിലെ മോർണിംഗ് വന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പുതുതായി വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാണ്, ഒരിക്കലും ഈ പ്രഭാതം 7 മണിക്കുള്ള സെഷൻ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം നമ്മളുടെ പ്രഭാത സമയത്ത് തന്നെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനും ഒരു നല്ല ഫ്രഷ് ആയിരിക്കുന്ന തോട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നു ഒരു വിഷനും മിഷനും സെറ്റ് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഹൈഫ്ലേസ് എന്ന് പറയുന്ന മഹത്തായ പ്ലാറ്റ്ഫോമിന് സാധിക്കുന്നു. അതിന്റെ പിറകിലുള്ള എല്ലാ ലീഡർമാരെയും ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ദി ലീഡേഴ്സ്, എസ്പെഷ്യലി മൈ സ്പോൺസർ മിസ്റ്റർ ഷുഹൈബ് സർ RTC ഫ്രം ഷെർമുഖ് ആൻഡ് ആൾസോ ഓൾ അതർ ലീഡേഴ്സ് ആൻഡ് എസ്പെഷ്യലി എന്റെ എന്താ പറയാ അണിയത്തും അമരത്തുന്ന സാറ് നയിച്ചു ഞങ്ങളെ പിറകിലുണ്ടെന്ന് എന്നോട് പറയുന്ന ചിൽഡ്രൻസ് അക്കാഡമി ഗ്ലോബൽ എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ കുട്ടികൾ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. അതുക്കും അപ്പുറത്തേക്ക് എന്റെ ഓരോ വരികൾക്കും വചനങ്ങൾക്കും കൈയടിക്കാനും സാറ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ കൂടെ കേട്ട് പ്രാർത്ഥനയുണ്ട്, സാറുടെ ഒരുപാട് വരികൾ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞ് എന്റെ വിജയത്തിൽ എന്നേക്കാൾ എന്റെ ടീമിനേക്കാൾ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും എനിക്ക് നല്ലൊരു സപ്പോർട്ടും വെൽവിഷറും എന്നെ തിരുത്താനും മുന്നോട്ട് വരുന്ന എന്റെ എല്ലാ ലവ് ലൈൻസിനെയും സ്നേഹത്തോടെ നിങ്ങളെല്ലാം ഓർക്കാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലായത്, എന്റെ ടീമായത്. ഇത് പരസ്പര സപ്പോർട്ടിന്റെ ബിസിനസ് ആണ്. അങ്ങനെ വളരാൻ നമുക്ക് സാധിക്കട്ടെ ഇതിന്റെ അറ്റം വരെ. സോ എനിഹൗ ഞാൻ നേരിട്ട് എന്റെ മാറ്ററിലേക്ക് വരികയാണ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നതും ഏകദേശം നമ്മുടെ എന്താ പറയാ ഇന്ന് സാധ്യമാകുന്ന ഏറ്റവും ചർച്ചിതമാകാൻ പറ്റുന്ന ഒരു സബ്ജക്ട് കൂടിയാണ്. എനിഹൗ സ്ക്രീനിങ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരെയും വെൽക്കം വൺസ് അഗൈൻ ടു ദി വണ്ടർഫുൾ ലാൻഡ് ഓഫ് സക്സസ് ആൻഡ് ടു ദ ലാൻഡ് ഓഫ് ഡയമണ്ട് ബ്രീഡിംഗ് ഹൈഫ്ലേസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇതിന്റെ പിറകിലെ ഫൗണ്ടർ ഫാമിലിയെ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു. ഞാൻ ഈ സ്ലൈഡുകൾ കാലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയതായിരുന്നു. ഒരു സൈത്തോ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാപനത്തിന് നടത്തിയ സ്ലൈഡ് ആയിരുന്നു. അത് നിങ്ങൾക്കും ഉപകാരമാണ് എന്ന് എനിക്കറിയാം. സബ്ജക്റ്റിന്റെ പേര് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നാണ്. ഒരു പക്ഷെ ഞാനിന്ന് വിളിക്കപ്പെടുന്ന പേര് പോലും ഇതാണോ എന്ന് പേരുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പേര്. എന്തായാലും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞാല് നമ്മൾ എന്തുകൊണ്ട് ടീം വളരുന്നില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായില്ല, ഇതെന്തുകൊണ്ടായില്ല എന്നുള്ള ചോദ്യത്തിനൊക്കെ ഈ ഒരു പദവും ഇതിന്റെ ഒരു ആശയവും തിരിച്ചറിഞ്ഞാൽ വലിയ വലിയ ഉത്തരങ്ങളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾ സ്ക്രീനിൽ കാണപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പുസ്തകത്തിനെ ആധാരമാക്കിയാണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഓൾ അബൌട്ട് ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. റോണ്ട ബേൺ എഴുതിയ പുസ്തകമാണ്. അതേപോലെ തന്നെ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നൊരു പുസ്തകമാണ്. അതായത് വലുതായി ചിന്തിക്കുന്നതിന്റെ മഹാത്ഭുതങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് വായിക്കാനും അതേപോലെ തന്നെയുള്ള കുറച്ച് നമ്മളുടെ എന്താ പറയാ പെർസെപ്ഷണൽ ചേഞ്ചിങ് വരുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ടോട്ടലി ഓറ ലെവൽ കുറച്ചും കൂടെ എക്സ്പാൻഷൻ നടത്താവുന്ന, നമ്മുടെ എനർജി ലെവൽ ഫ്രീക്വൻസി ലെവൽ കുറച്ച് ഹയർ തലത്തിലേക്ക് എത്തിക്കാവുന്ന പുസ്തകങ്ങൾ വായിക്കാനോ ആളുകളുമായി സംസാരിക്കാനോ അതുമായി സംവദിക്കാനോ നമുക്ക് പറ്റിയാൽ ഈ ഒരു ആശയത്തെ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ എപ്പോഴും പറയും പവർ ഓഫ് ഇന്റൻഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ശരി, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് നൂറുകണക്കിന് കാര്യങ്ങൾക്ക് പിറകിലാണ്. നൂറുകണക്കിന് കാര്യം എന്ന് പറഞ്ഞാൽ 10-21 നിയമങ്ങളുണ്ട് ഈ യൂണിവേഴ്സൽ ലോ എന്ന് പറയാറുണ്ട്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പറയും, ലോ ഓഫ് കർമ്മ പറയാറുണ്ട്, ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് പറയാറുണ്ട്, ലോ ഓഫ് വൈബ്രേഷൻ പറയാറുണ്ട്, ലോ ഓഫ് ഒന്നസ് പറയാറുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ പ്രപഞ്ചം നിലനിൽക്കുന്ന ഈ സയൻസിലാണ് പ്രപഞ്ചമെങ്കിൽ നമ്മളും ഈ സയൻസിന്റെ പാർട്ടാണ്. സോ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്യാദി അതനുസരിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? അത് ചെറുതായുള്ള രൂപത്തിലേ പറയുന്നുള്ളൂ. വിശദമായ രൂപത്തിൽ നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിക്കാം. ആൻഡ് ആൾസോ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഇതുപോലുള്ള സെഷനുകളിലേക്ക് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുക. ഉള്ള സമയത്തിനൊത്ത് കുറച്ചൊക്കെ പറയുന്നു എന്ന് മാത്രം. സോ സീരിയസ്ലി ഈ ബിസിനസ്സിന് കടന്നു വരുന്ന ആളുകളൊക്കെ ഒരു ലീഡർഷിപ്പ് ഹോൾഡ് ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല നമ്മൾ വന്നിരിക്കുന്ന വലിയൊരു പ്രൊജക്റ്റ് ആണ്, ചെറുതൊന്നുമല്ല. സോ അതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അതിനെ മനസ്സിലാക്കാത്തവർക്ക് ആദ്യത്തെ കവചപ്രാശത്തിന്റെ പേര് പഠിക്കാനുണ്ടാകും, അതിന്റെ റേറ്റ് പഠിക്കാനുണ്ടാകും, MRP DP പഠിക്കാനുണ്ടാകും. ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച്
നമ്മളൊക്കെ ഓരോരുത്തരും എത്ര വിജയിക്കും എന്നുള്ളത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് അതിനെ എത്ര ഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാകുന്നു, ഒബ്സർവ് ചെയ്യാൻ തയ്യാറാകുന്നു, എത്ര ലേൺ ചെയ്യാൻ തയ്യാറാകുന്നു എന്നനുസരിച്ചാണ്. സോ സീരിയസ്ലി, ഹൗ ഡസ് ദ യൂണിവേഴ്സ് പ്രൊവൈഡ് എവരിതിങ് ദാറ്റ് യു വാണ്ട്? നിനക്ക് വേണ്ടതൊക്കെ പ്രപഞ്ചം എങ്ങനെ തരിക? ആ സെൻസ് മനസ്സിലായ നമുക്ക്, അപ്പൊ നമുക്ക് എല്ലാം വേണ്ടത് പ്രപഞ്ചമാണല്ലോ തരുന്നത്. പ്രപഞ്ചം എന്ന വാക്കിന് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നവർ, ഗോഡ് എന്ന് പറയുന്നവർ, അള്ളാഹ് എന്ന് പറയുന്നവർ, അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ഇന്റലിജൻസ് അതിന്റെ പിറകിലുണ്ട്. ഒരു ഡിവൈൻ പാറ്റന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മഹാശക്തി, ഒരു അതീന്ദ്രിയ ശക്തി അവിടെയുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് തരുന്നത്? അവിടെ ആ ചർച്ചയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അവിടെ തിയർ ഓഫ് മൈൻഡ്, ടാപ്പിംഗ് ഇൻ ടു ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അത്ഭുത ശക്തിയിലേക്ക് കടന്നാലുള്ള അത്ഭുതങ്ങൾ, സൈക്കോളജി ഓഫ് ഇമോഷൻ നമുക്ക് ചർച്ച വരുന്നുണ്ട്, ചേഞ്ച് ഓഫ് യുവർ ഹാബിറ്റ്, ഇതൊക്കെ നമ്മളുടെ ചർച്ചയിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. എന്തായാലും ശരി, ഈ പ്രപഞ്ചം നമുക്ക് ഓരോ കാര്യങ്ങൾ തരുന്നത് ഇതൊക്കെ അനുസൃതമാക്കിയിട്ടാണ്. നമ്മുടെ മൈൻഡിനെ ബേസ് ചെയ്താണ്, നമ്മുടെ ഇമോഷനെ ബേസ് ചെയ്താണ്, നമ്മുടെ ഹാബിറ്റിനെ ബേസ് ചെയ്താണ്, അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്താണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, 3 പ്രധാന മൈൻഡ് പറയാറുണ്ട്, 2 എണ്ണത്തിലെ ചർച്ചയിലുള്ളൂ. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അതില് നമ്മൾ ഇന്ന് ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നുള്ളത്, അതല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാക്കുന്നു, ലിസൺ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ്. നേരെ മറിച്ച് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും 9 ആകുമ്പോഴത്തേന് അവിടെ എത്തണം, 10 അവിടെ എത്തണം, പിന്നെന്നത് ചായ കുടിക്കും, ഇന്നത് ചെയ്യണം, ഉച്ചകത്തെ ചോറ് അതാക്കണം, ഇതാക്കണം, ക്ലോസിങ് അത് ഇത് ഈ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളിപ്പോ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇറ്റ് മീൻസ് ഒരു 99% ഒരു മനുഷ്യനെ ഡീൽ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ട് നമ്മളുടെ ആശയങ്ങൾ, സ്വപ്നങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവണം. 2:10 അടിക്കണമോ അടിക്കേണ്ടയോ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവണം. ഇന്ന് വെള്ളിയാണ്, ക്ലോസിംഗ് എത്ര വരണമെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് സഞ്ചരിക്കണം. മനസ്സുറങ്ങിയാലും കണ്ണുറങ്ങിയാലും മനസ്സുറങ്ങാതെ ഒരു ലീഡർ ഉറക്കത്തിൽ അങ്ങും ഇങ്ങും തിരിഞ്ഞും മറിഞ്ഞും തന്റെ സ്വപ്നത്തിൽ അവൈക്കനായി നിൽക്കുന്നുണ്ടാകും. ബിക്കോസ് സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത്. സോ നമ്മുടെ ഇമോഷൻ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ എന്തിനാണ് ഇമോഷൻ ഉപയോഗിക്കേണ്ടത്? അതേപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ് ഒരു ഘടകമാണ്. ചർച്ചിതമാക്കാം നമുക്ക്. സോ സീരിയസ്ലി, ഹ്യൂമൻ എനർജി ഫീൽഡിനെ കുറിച്ച് പറയുന്നതൊക്കെ അനുസരിച്ച് നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് എന്തൊന്നാണോ മൈക്രോ കോശത്തിലുള്ളത് അതാണ് മാക്രോ കോശത്തിലുള്ളത് എന്നതാണ്. സോ കേൾക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. വല്ല പ്രയാസം ഉണ്ടെങ്കിൽ അറിയിക്കണം. സോ ക്ലിയർ അല്ലേ? ഒരു ശബ്ദം വന്നാൽ കുഴപ്പമില്ലേ? താങ്ക് യു. സോറി ഡിയേഴ്സ്, എന്താണ് നമ്മുടെ കണികാശാസ്ത്രത്തിലുള്ളത്? അത് തന്നെയാണ് നമ്മുടെ പ്രപഞ്ച ശാസ്ത്രത്തിലുള്ളത്. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിനെ പറയുന്ന സമയത്ത് ഒരുപാട് ഗാലക്സികളുണ്ട്, മിൽക്കി വേകളുണ്ട്, താരപഥങ്ങളുണ്ട്. എത്ര കോടി നക്ഷത്രങ്ങളാന്ന് പറയാൻ അറിയില്ല. എത്ര കോടി എന്ന് പറഞ്ഞാൽ ചിലർ 100 ട്രില്യൺ എന്ന് പറയും, ചിലർ അതിനപ്പുറത്തേക്ക് 1000 ട്രില്യൺ എന്ന് പറയും. പിന്നെ ആരും എണ്ണി നോക്കാത്തതുകൊണ്ട് പറഞ്ഞ സംഖ്യയൊക്കെ സത്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞതിന്റെ അപ്പുറത്താണ്, ഒരു സംശയമില്ല. നമ്മൾ ഭൂമിയെ പറയുമ്പോൾ അതിന്റെ 3 ലക്ഷം മടങ്ങിന് അങ്ങിപ്പുറത്ത് സൂര്യനുണ്ട് എന്ന് പറയുമ്പോൾ ഈ സൂര്യനെ കൊണ്ടുപോയി വെച്ചാൽ പോലും അതിനേക്കാൾ 5 ലക്ഷം 10 ലക്ഷം മടങ്ങുള്ള മറ്റുള്ള ഉപഗ്രഹങ്ങൾ ഗാലക്സി ഉണ്ടെന്ന് പറയുമ്പോഴും ശരിക്കും ഈ പ്രപഞ്ചം എത്ര വലുതാണ്, ഇതിനെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പ്ലാൻ എത്ര വലുതായിരിക്കും. നമ്മൾ ഇട്ടാവട്ടം മുറിയിലെ പഞ്ചായത്തിലും പാടിലും തിരിഞ്ഞു കണ്ട് ഇതന്നെ ലോകം കണ്ട ലോകം എന്ന് പറയുമ്പോൾ ലോകം ഇതൊന്നും അല്ലല്ലോ, നമ്മൾ ലോകത്തിനൊന്നും കണ്ടിട്ടില്ലല്ലോ. സോ സീരിയസ്ലി, ഈ പറയുന്ന താരപഥങ്ങൾ പോലെ തന്നെ നമുക്ക് ശരിക്കും 5 എലമെന്റ്സ്, നമ്മൾ എലമെന്റ്സിന്റെ ആൾക്കാരാണല്ലോ. സോ ഈ എലമെന്റ്സ് നമ്മൾ പറയുന്ന സമയത്ത് ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പഞ്ചസത്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആകാശം, ഭൂമി, വായു, വെള്ളം, തീ എന്നൊക്കെ പറഞ്ഞ ഈ സാധനങ്ങൾ മുഴുവനും അത് പ്രപഞ്ചത്തിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അപ്പൊ വാട്ട് എവർ ഇൻ മൈക്രോകോസം എന്തെന്നാണോ കണികാശാസ്ത്രത്തിൽ അത് പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുള്ളത് ഒന്ന് തന്നെയാണ് അർത്ഥം. സോ നമുക്കുള്ളിലും സൂര്യനും ചന്ദ്രനും അതിൻ്റെതായിരിക്കുന്ന എല്ലാ വേഷഭൂഷാദികളും അത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നാളുകൾ നോക്കുന്നത്, ഇന്നാലിന്ന നാളിൽ ജനിച്ച കുട്ടി, അങ്ങനെ ഇങ്ങനെ, ഇതിനൊക്കെ ഭയങ്കര കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് അത്ഭുതങ്ങൾ അതിനകത്തുണ്ട്, പഠിച്ചു പോയാലും. സോ എനിഹൗ ഞാൻ പറയുന്ന മാറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസൈഡിനകത്തുള്ള ക്ലാരിറ്റി, അവിടുത്തെ പവർ എത്ര പവറാണോ ആ പവർ വെച്ച് നമുക്ക് പുറം ലോകം നിയന്ത്രിക്കാൻ പറ്റുന്ന, അകത്തെ സൂര്യചന്ദ്ര ശക്തികളെ ഉപയോഗിക്കാൻ പറ്റിയാൽ പുറത്തുള്ള ഈ ശക്തികളെ നമുക്ക് ഒതുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയും വലിയ ഒരു വൈബ്രേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ തീരാത്തൊരു ലോകമായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ എനർജി ഫീൽഡിനകത്താണ്, നമുക്ക് ചുറ്റും ഒരു എനർജി ഉണ്ട്. ആ എനർജി വെച്ച് നമ്മളിലേക്ക് പലതും അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സാറേ എന്നിലേക്ക് പവർഫുൾ ലീഡർ വരുന്നില്ല, നമ്മൾ ഒന്നേ മറുപടി പറയാനുള്ളൂ, അതിന്റെ ഫ്രീക്വൻസിയിലേക്ക് നീ എത്തിയില്ല. സാറേ എനിക്ക് കാറ് വന്നില്ല, കാറിന്റെ എനർജി നിനക്ക് വന്നില്ല. സാറേ എന്റെ കൂടെ ആളുകൾ നിൽക്കുന്നില്ല, നിൽക്കാൻ മാത്രം എനർജിയിലേക്ക് നീ ട്രാൻസ്ഫോംഡ് ആയിട്ടില്ല. ഇത്രേ പറയുള്ളൂ അതിനർത്ഥം. അപ്പോ നീ വരൂലേ? വരും. എപ്പോഴും വരും. നീ എന്നാണോ അതിന് ഫ്രീക്വൻസിയിൽ സെറ്റ് ആകുന്നത്, വൺ ഡേ ആ സമയത്ത് നിന്നിലേക്ക് എല്ലാം അട്രാക്ട് ചെയ്യും. നീ അത് തേടി പോവേണ്ട ആവശ്യമില്ല, നിന്നിലേക്ക് അത് തേടി ഇങ്ങോട്ട് വരുന്നുണ്ടാകും.
ഹിന്ദിക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്, തിത്ലിയോ പക്കറിനെ को उनके पीछा करना छोड़ो. അതായത് പൂമ്പാറ്റയെ പിടിക്കാൻ അതിന്റെ ബാക്കിൽ ഓടുന്ന പരിപാടി നിർത്തി. തും തോ ബാഗ് ബനോ, നീ എന്തായി മാറ്, പൂങ്കാവനമായി മാറുക. തിത്ലിയ യൂം ആ ജായേഗി. അതായത് നിന്നിലേക്ക് പൂമ്പാറ്റ പറന്നു വരും, നീ പൂന്തോട്ടമായാൽ മതി. ഒരിക്കലും പൂമ്പാറ്റയെ പിടിക്കാൻ പിറകിൽ ഓടണ്ട എന്ന് ഹിന്ദിക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്. ലൈക്ക് ദാറ്റ് നമ്മള് വലിയ സക്സസ് ഉണ്ടാക്കാൻ നമ്മൾ അങ്ങോട്ട് ഓടുന്നതിനേക്കാൾ ആ സക്സസിന് ഉതകുന്ന ഹാബിറ്റിലേക്ക് നമ്മൾ സെറ്റ് ആവുക, അതിനുതകുന്ന ക്വാളിറ്റിയിലേക്ക് നമ്മൾ സെറ്റ് ആവുക, നമ്മളെ ലീഡർഷിപ്പിനെ നമ്മൾ സെറ്റ് ആക്കുക, നമ്മളിലെ ഡ്രീം ഫയർ ചെയ്യുക, നമ്മളിലെ എഡ്യൂക്കേഷണൽ സ്കില്ല്, അതേപോലെ തന്നെ എന്താണ് നോളജ്, അതേപോലെ തന്നെ സ്റ്റെപ്പ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇതൊക്കെ പവർഫുൾ ആക്കുമ്പോൾ താനേ വരുന്നേ. നമുക്ക് ഐഫ്ലേസിന് സമയമില്ല, മീറ്റിങ്ങിന് ഇരിക്കാൻ സമയമില്ല, ലാസ്റ്റ് ടൈമിൽ വന്ന് സെൽഫി ഇട്ട് മുങ്ങും. അതേപോലെ തന്നെ എന്തുണ്ടെങ്കിലും അവസാനം കഴിഞ്ഞോന്ന് ചോദിച്ചു വരുന്ന ഒരു തലത്തിലേക്ക് പോയാൽ ഇതൊന്നും നടക്കൂല. അതുകൊണ്ട് നമ്മളുടെ ഫ്രീക്വൻസി സെറ്റ് ആയാൽ സക്സസ് താനെ കിട്ടും. എന്തായാലും ദ സയൻസ് ബിഹൈൻഡ് എനർജി, എനർജിക്ക് പിറകിലെ സയൻസ് നമ്മൾ പറഞ്ഞാല് നത്തിങ് ഈസ് ട്രൂലി സ്റ്റാറ്റിക്. നമുക്ക് അവിടെ നിന്ന് പറയാം എല്ലാം ആറ്റംസിലാണ് ഉണ്ടാക്കിയത്. നമുക്കറിയുന്നത് ഈ ആറ്റം സഞ്ചരിക്കുന്നതാണ് നിങ്ങളുടെ ന്യൂക്ലിയസും, അതേപോലെ തന്നെ അതിന്റെ ഇലക്ട്രോണും പ്രോട്ടോണും അതിന്റെ സംക്രമണ തലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും. എന്ന് ഖുർആനിലൊക്കെ പറയുന്ന പോലെ തന്നെ ആറ്റവും അതുപോലെ തന്നെ അതിന്റെ സബോറ്റോമിക് പാർട്ടിക്കിൾസും എല്ലാം നിങ്ങൾ പഠിക്കുന്നതാണ്. അത് പറഞ്ഞ് നമ്മൾ ചർപ്പിക്കുന്നില്ല, കാരണം ഇവിടെ എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ വന്ന ആൾക്കാരുടെ മുമ്പിൽ ഇനി എഡ്യൂക്കേഷൻ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട, അതൊരു പ്രയാസമാവണ്ട. എന്തായാലും ശരി, നത്തിങ് ഇസ് ട്രൂലി സ്റ്റാറ്റിക്. ഒന്നും സ്റ്റാറ്റിക് അല്ല, എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനർത്ഥം എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. നിനക്ക് ഇന്ന് കടമുണ്ടോ, ആ കടം എന്നും സ്റ്റാറ്റിക് ആയി നിൽക്കില്ല, കടം മാറും, ഉറപ്പാണ്, ഒരു സംശയമില്ല. എല്ലാം മൂവിങ് ആണ്. എപ്പോഴും രാത്രിയല്ലല്ലോ, അത് രാത്രിക്ക് എപ്പോഴത്തേക്ക് സുബായേക്കാം. എല്ലാ കട്ട പിടിച്ച രാത്രികൾക്കും അപ്പുറം ഒരു സുപ്രഭാതം വരാനുണ്ട്. ഇന്ന് നിനക്ക് കഷ്ടപ്പാടിന്റെ ഇരുട്ടാണെങ്കിൽ പ്രതീക്ഷയുടെ പ്രഭാതം നാളെ വിടരാനുണ്ട് മോളെ എന്ന് പറയുന്ന പോലെ തന്നെ നീ പ്രതീക്ഷിക്ക്. ഒരിക്കലും അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളുള്ള വസ്തു പോലും നമ്മൾക്കല്ല എന്നതാണ്. എല്ലാം നശിച്ചു പോകിയിട്ടില്ല എന്നൊക്കെ പറയുന്ന തുഞ്ചത്തെഴുത്തത്തിലെ വരികളെ പോലെ വഹിനി സംതപ്ത ലോഹസ്താമ്പ് ബിന്ദുന സന്നിപം വർദ്ധ്യ ജന്മം ക്ഷണ ബങ്കുരം എന്നൊക്കെ പറയുന്ന ഇടത്ത് ലക്ഷ്മണോപദേശം നടത്തിയ സാരോപദേശങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മലയാള കാവ്യത്തിൽ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ശരി, ആ ഭാഗം അങ്ങനെ കിടക്കട്ടെ. എന്തായാലും ശരി, ഒന്നും സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് അല്ല എന്ന് പറഞ്ഞാൽ സ്ഥായിയായി നിൽക്കുന്നതല്ല, എല്ലാം സഞ്ചരിക്കും. നിന്റെ കയ്യിലും 2:10 വരും, നിനക്കും വരും ഒരു സുവർണ ദിവസം. നീയും ഒരു നാൾ കുബേരനായി ജീവിക്കും, നീയും നല്ല അന്തസ്സായിട്ട് ജീവിക്കും. നിന്റെ കഷ്ടതകൾ മാറുന്നുണ്ടാകും. വൺ ഡേ നിന്റെ ഫോൺ നമ്പർ ഒരു നാൾ നിനക്ക് നിന്റെ ബാങ്ക് ബാലൻസ് ആയി മാറുന്നുണ്ടാകും. അത് ആഗ്രഹമുള്ള ആളുകളിലേക്ക് അടിക്കാം. എന്തായാലും ശരി, ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ബിഗ് ബാങ് തിയറി നമുക്കറിയുന്നതാണ്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്, ഒരു പൊട്ടിത്തെറിയിൽ ഉണ്ടായതാണ്. താങ്ക് യു. ഓവറിലേക്ക് അടിച്ചിട്ടുണ്ടാ, ചിലപ്പോൾ അത് ഓവറായിട്ട് നിറഞ്ഞു ഫ്ലോ ആവും. എന്തായാലും കുഴപ്പമില്ല. താങ്ക് യു മൈ ഡിയേഴ്സ്. ശ്രദ്ധിക്കുന്നതാണ് ഉറപ്പ് എഴുതിയത് കേട്ടോ. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നിടത്ത് നമുക്കൊക്കെ അറിയാം, ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഒരു എന്ന് പറഞ്ഞിട്ട് ഖുർആനും പറയുന്ന അതേ വാക്ക് തന്നെയാണ്. ഇതെല്ലാം ഒരു പിണ്ഡമായിരുന്നു, അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചുണ്ടായ സൂര്യനും ചന്ദ്രനും വേറെ വേറെയായി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, സോ ഒരു ഇവോൾവിൽ ഉണ്ടായതാണ് എല്ലാം. അതാണ് നമ്മളെ മൊബീൻ പ്രോഗ്രാമിന് ഇവോൾവ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ഇവോൾവിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിങ്ങളിലും ഇവല്യൂഷൻസ് കടന്നു വരുന്നുണ്ടാകും, ഇങ്ങനെ എല്ലാം മാറുന്നുണ്ടാകും. ശരി, സോ ഏതായാലും ശരി, ഇതൊന്നും ഞാൻ വിശദീകരിക്കാത്തത് നമുക്ക് നല്ല പാർട്ടിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ തോണ്ടിയിട്ട് വിടുന്നേ ഉള്ളൂ. വിശദമായി താല്പര്യമുണ്ടാകാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്തിരുന്ന് യാത്ര ചെയ്യാം, വേറെ കഥ. സോ വൈ എക്സാക്ട്ലി ഡസ് ദ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്? എന്തുകൊണ്ടാണ് നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം എനർജി കൊണ്ടല്ലേ ഉണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടുന്ന വസ്തുവിന്റെ എനർജിയും എന്റെ എനർജിയും എന്നാണോ സെയിം ടു സെയിം ആവുന്നത്, അന്ന് താനെ എന്നിലേക്ക് അത് കടന്നു വരും. അതിനാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഞാൻ ഇന്ന് മില്ലേനിയർ ആകുമെന്ന് ചോദിച്ചാൽ മില്ലേനിയർഷിപ്പ് എന്ന് പറയുന്നതിന് എനർജി ഉണ്ട്. അതായത് കോടിപതി ആകുക എന്നതിനൊരു എനർജി ഉണ്ട്. അപ്പൊ ഞാൻ എന്ന ഇസ്മായിൽ നേരെ കോടീശ്വരനാകും എന്ന്, കോടിപതി ആകാനുള്ള എന്റെ എനർജി എന്ന് സെറ്റ് ആകുന്നോ അന്ന് ഞാൻ അതാകും. ഇന്നെന്താ ഞാൻ അതാകാത്തത് സാറേ, ഞാൻ എന്താ ആ റാങ്കിലേക്ക് എത്താത്തത്, എനിക്ക് എന്താ ആ വിജയം എത്താത്തത്? ഒന്നേ പറയുള്ളൂ സുഹൃത്തെ, നീ ആ സത്യം തിരിച്ചറിയാം. പക്ഷെ ചില ചിലന്മാർക്ക് ആ സത്യം തുറന്നു പറയാൻ പറ്റൂല. എന്താണ്, നിനക്ക് ആ എനർജി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എനർജി വന്നാളല്ലേ എന്ന് പറയും. പക്ഷെ അത് കേൾക്കാൻ നമുക്ക് മനസ്സ് വേണമെന്നാണ്. അവിടെ നമ്മൾ വളരെയുള്ളൂ. ഇത് വിജയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടാൽ സന്തോഷിക്കുന്നതാണ്. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളിലെ ലീഡർഷിപ്പിനെ നിങ്ങൾക്ക് അളക്കാൻ ഏറ്റവും നല്ലൊരു ടെക്നിക്സ്, ഞാനൊക്കെ ചെയ്യുന്ന ഒരു സാധനം അതാണ്. നമ്മളെ തിരുത്തുന്ന സമയത്ത് ആ തിരുത്തലുകൾ നമ്മൾ സന്തോഷത്തോടെയാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ വളരാൻ സാധ്യതയുള്ള മനുഷ്യനാണ്. അതല്ല, അത് അലോസരത്തിലാണ് കേൾക്കുന്നതെങ്കിൽ എന്റെ തളർച്ച അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കാര്യം എന്താണ്, നമ്മളെ തിരുത്താൻ നമ്മൾ നിന്നു കൊടുക്കണ്ടേ?
അപ്പൊ സീരിയസ്ലി നമ്മൾ തിരിച്ചറിയേണ്ടത് ലീഡർമാർ നമ്മളെ വളരാൻ വേണ്ടിക്കാണ്. അല്ലാതെ ഉദാഹരണമായിട്ട് പണ്ട് കേരളത്തിൽ നടന്ന വലിയൊരു ആത്മഹത്യയെ കുറിച്ച് പറയുന്നുണ്ട്. സ്കൂളിലെ ടോപ്പറായ ഒരു ലേഡി ക്ലാസ്സിൽ എന്തോ എഴുതി കൊണ്ടുവരാതായ സമയത്ത് അധ്യാപകൻ പറഞ്ഞത്രേ, നീയൊക്കെ എന്തിനാ ജീവിക്കണേ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ഒരു പ്രോബ്ലം കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയോട് ഏത് അധ്യാപകൻ തമാശക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത്, അതൊക്കെ പഠിച്ചു വന്നൂടെ എന്ന് ചോദിച്ചതാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, അന്ന് വീട്ടിലെത്തിയ സമയത്ത് ഈ വരി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, ഞാൻ എന്തിനാ ജീവിക്കണം, അപ്പൊ ഞാൻ ജീവിക്കണ്ടല്ലേ. അത് റൂമിൽ ഫാനുമ തൂങ്ങിയാണ് മരിച്ചു. കേരളത്തിൽ നടന്ന വലിയ രസകരമായ സംഭവം, രസകരം എന്ന് പറയില്ല, അതിന് ഒരു എന്താ ഇതിന് പറയാന്ന് അറിയാത്തൊരു സംഭവമാണ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയും ചില പിള്ളേരുണ്ട്, അങ്ങനെ ചില ലീഡർമാരുണ്ട്. അപ്പൊ നമ്മളെ ലീഡർ പറയാം, നിന്റെ കൂടെ നീ ശരിക്കും കണ്ട് റെഡി ആകായിട്ടാണ് എന്റെ ടീം നിൽക്കാത്തത്, അപ്പൊ നമ്മൾ ബിസിനസ് നിർത്തുന്നവരുണ്ട്. നേരെ മറിച്ച് ഞാൻ റെഡി ആകായിട്ടാണ് എന്റെ ടീം കൂടെ നിൽക്കാത്തത്, അപ്പൊ ഞാൻ റെഡി ആകാൻ നിൽക്കൂലേ. അങ്ങനെ റെഡി ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരെയാണ് ലീഡർ എന്ന് വിളിക്കുക, അവരെയാണ് വിന്നർ എന്ന് വിളിക്കുക. അതായത് നമ്മൾ മാറുക. സോ എനിഹൗ, വാട്ട് റിലീജിയൻ ആർ യു? നീ ഏത് മതക്കാരനാണെങ്കിലും ആ മതം, ഇറ്റ് ഡസന്റ് മാറ്റർ. എല്ലാ മതവും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാ മതത്തിനെ കുറിച്ചും. അവിടെ റിലീജിയൻ പ്രശ്നമല്ല, കാസ്റ്റ് സിസ്റ്റം പ്രശ്നമല്ല, നിങ്ങളെ റേസ്, ജാതി, നിങ്ങളെ ഓറിയന്റേഷൻ, നിങ്ങൾ ഏത് പാർട്ടാണ്, ആണോ പെണ്ണോ, അതല്ല ബൈസെക്ഷൽ, എന്താവട്ടെ, നിങ്ങൾ ഏത് പാർട്ടിക്കാരനോ, നമ്മുടെ ജീവിയാണോ, ആ ജീവികളുള്ള എല്ലാ സംസ്കൃതിയിലും എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ഉദാഹരണമായിട്ട് നമ്മുടെ ഖുർആനിൽ പറയുന്നത് വെരിലി ഹിസ് കമാൻഡ് വെൻ, അതായത് വൈദ അറാദ ശൈഅൻ യഖൂലു ലഹു കുൻ, അതാണ് ബി ആൻഡ് ഇറ്റ് ഈസ്, കുൻ ഫയകൂൻ, അതാണ് കുൻ ഫയകൂൻ. ഈ പ്രപഞ്ചത്തിന്റെ ഒരു പാസ്വേഡ് ആണ്. അത് സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗത്തുള്ളതാണ്. അത് ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ, നമ്മളുടെ ബൈബിളിലേക്ക് നോക്കിയാൽ, ബിബ്ലിക്കൽ വേർഷനിലേക്ക് നോക്കിയാൽ, ആസ്ക് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു, നീ എന്ത് മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ അത് നൽകപ്പെടും എന്നൊക്കെ പറയുന്ന പോലെ, നീ അന്വേഷിച്ചാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊക്കെ പറയുന്ന വരികളൊക്കെ നമ്മുടെ മത്തായിലുണ്ട്, 7-ാം വോള്യം 7-ലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധന്റെ വചനങ്ങളിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, വി ആർ വാട്ട് വി തിങ്ക്, നമ്മൾ എന്താണോ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നീ. ദാറ്റ് ഈസ് തത്വമസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മിൻ എന്ന് പറയുന്നത്. നീ നിന്നെ കണ്ടെത്ത്, നിന്നിലുള്ളതിന്റെ എല്ലാ സാധനങ്ങളും, അല്ലെ? അതാണ് എന്താ പറയാ, ഈ സത്യത്തെ തിരിച്ചറിയണം. സോ നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ്. നീ എന്താണ് തേടി നടക്കുന്നത്, നിനക്കുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോ വിജയം നമുക്കുള്ളിലുണ്ട്. നമ്മൾ റെഡിയായ വിജയം നമ്മളിലേക്ക് വരും. നമ്മൾ റെഡിയാകത്തോടെ വിജയം വരാത്തത്. നമ്മൾ ആരാനെ റെഡിയാക്കാൻ നടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സോ ഇങ്ങനെ എല്ലാ മതത്തിലും ഈ കാര്യമുണ്ട്. എന്തായാലും ശരി, ഒബ്ജക്ട് ഓഫ് യുവർ അറ്റൻഷൻ, മെയിൻ ആയിട്ടുള്ള ഈ വിഷയത്തിലെ പോയിന്റ്, നീ എന്തിനാണ് അറ്റൻഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നീ പോസിറ്റീവിനെയാണ് ചിന്തിക്കുകയും അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് അത് വരും. അതല്ല, നമ്മളെല്ലാവരും നെഗറ്റീവിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്, അത് വരും. എന്താ വേണ്ടതെന്ന് ചിന്തിച്ചോളൂ. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ലൈക്ക് നമ്മുടെ ഗ്രാവിറ്റി പോലെയാണ്. അപ്പൊ ഏതൊന്നാണ്, വാട്ട് എവർ യു ഗിവ് ഇറ്റ് ടു അറ്റൻഷൻ ടു ഇറ്റ്, ഇറ്റ് ഗ്രോസ്. അതായത് നമ്മളെ പ്രപഞ്ചത്തിൽ തന്നെ ഇപ്പൊ വേണ്ട നമ്മൾ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ഏതൊന്നിലേക്കാണ് നമ്മുടെ സസൂക്ഷ്മമായിരിക്കുന്ന ശ്രദ്ധ പോകുന്നത്, ആ സസ്യം വളരുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് സാധ്യതയെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ സാധ്യത വളരുന്നതാണ്. അതല്ല, ബാധ്യതയെ നോക്കിയാൽ ബാധ്യത വളരും. നിങ്ങൾക്ക് വളരാനുള്ളത് നോക്കിയാൽ മതി. ഇനി അത് മനസ്സിലാക്കാത്ത ഒരാൾ എന്ത് ചെയ്താൽ മതി, തന്നിലേക്ക് നോക്കിയാൽ മതി. തന്റെ ടീമിനകത്ത് ഒരുപാട് മടിയന്മാർ വളർന്നാൽ നമ്മൾ മടിയന്മാരെ ഫോക്കസ് ചെയ്തിരുന്നു, അതേയുള്ളൂ. നമ്മളകത്ത് ഒരുപാട് ലീഡർമാർ വന്നിരുന്നെങ്കിൽ ഞാൻ ലീഡറെ ഫോക്കസ് ചെയ്തിരുന്നു. അതല്ല, ഞാൻ എന്റെ വരുമാനം തീരെ ഉണ്ടാക്കിയിട്ടില്ല, ഇല്ലാതിരിക്കുന്ന അവസ്ഥയെ എന്താ പറയാ മനസ്സിലാക്കി കിടന്നുറങ്ങിയിരുന്നു. അതല്ല, വരുമാനം നല്ല സ്റ്റേബിളായി സെറ്റ് ചെയ്തിരുന്നു, അപ്പൊ ഞാൻ വരുമാനം ഉണ്ടാക്കാൻ ഓടിയിരുന്നു. അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളാണ്. അതിന് അപ്ലൈനും കുറ്റവാളിയല്ല, ഡൗൺലൈനും കുറ്റവാളിയല്ല, നമ്മൾ തന്നെയാണ് എന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നർത്ഥം. സോ ഏതൊന്നും നോക്കുന്നുവോ അത് നമുക്ക് സംഭവിക്കുന്നു എന്നർത്ഥം. സോ സീരിയസ്ലി ദ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ആർ ഫോക്കസിങ് ഓൺ. നീ എന്താണോ നോക്കുന്നത്, ചെയ്യുന്നത്, അത് വരും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ആ അർത്ഥത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, നമ്മൾ എനി ടൈം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഏതെങ്കിലും ഒരു വൈബ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വന്ന് നമുക്കറിയുന്നതാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് ലോ ഓഫ് കർമ്മ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു പക്ഷെ വലിയ വിജയത്തിലേക്ക് ദൈവം എത്തിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് പരീക്ഷിക്കും. അതിൽ 8ന്റെ പണിയുള്ള ഡൗൺലൈനെ തന്നിട്ടാകും, 16ന്റെ പണിയുള്ള അപ്ലൈനെ തന്നിട്ടാകും, അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മുടെ ഒരു 120ന്റെ പവറുള്ള, അല്ലെങ്കിൽ 64ന്റെ മേലേക്ക് × 64 വരുന്ന സാധനമുള്ള പണിയുള്ള അയൽവാസിയെ തന്നിട്ടാകും, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറെ തന്നിട്ടാകും. എന്തോ ആവട്ടെ, പരീക്ഷിച്ച് നിന്നെ നമ്മളെ കടഞ്ഞെടുത്തിട്ട് പോളിഷ് ചെയ്തിട്ട്
സെറ്റ് ആക്കിയെടുത്ത് റബ്ബ് ചെയ്ത് ഉരച്ച് മിനുക്കി എടുത്തിട്ടാണ് നിന്നെ വിജയിപ്പിക്കുള്ളൂ. അപ്പൊ ഈ ഉരസലിൽ നമ്മൾ സന്തോഷിച്ചേക്ക്. കാര്യം എന്താ? നമ്മളെ പ്യൂരിഫൈഡ് ആക്കുകയാണ് പടച്ചോനെ വിചാരിച്ചാൽ പോരെ. സോ സീരിയസ്ലി ഞാൻ പറയുന്നത്, കടം തന്നതും രോഗം തന്നതും ആ ചലഞ്ച് തന്നതും നിന്നെ പ്യൂരിഫൈഡ് ആക്കാനാണ്. ആ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ അവസ്ഥകളൊക്കെ നമുക്ക് ഹാപ്പിയായി മാറുന്നുണ്ടാക്കും. എനിഹൗ, ദ ലോ ഓഫ് അട്രാക്ഷനിലെ പ്രധാനപ്പെട്ട സാധനമാണ് നെഗറ്റീവ് വൈബ്സ്. നമുക്ക് നല്ല ദേഷ്യമാണോ, ഡിസപ്പോയിന്റ്മെന്റ് ആണോ, ഫ്രസ്ട്രേഷൻ, ഗിൽറ്റ്, ഇറിറ്റേഷൻ, വെറി, അതായത് എപ്പോ നോക്കിയാലും എന്തിനോടൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയി, ഞാൻ ചെയ്താലും എത്തൂല സാറേ, അത് ഫ്രസ്ട്രേഷൻ, അത് ഇങ്ങോട്ട് പിരാന്ത്, അപ്ലൈൻ അങ്ങനെ പറഞ്ഞ് ഡൗൺലൈൻ ഇങ്ങനെ പണ്ടാറടക്കി അങ്ങനെ ഇങ്ങനെ, അതല്ലെങ്കിൽ എന്റെ പരിസരത്തെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് സമ്പത്തില്ലായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ തറവാട്ട് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മൂലക്കരയിൽ ജയിച്ചാണ്, അല്ലെങ്കിൽ എന്റെയൊക്കെ ബൈക്കിൽ ജയിച്ചാൽ കാറിൽ ജയിച്ചാണ്, അല്ലെങ്കിൽ എനിക്ക് അതേമാതിരി സംസാരിക്കാൻ അറിയിച്ചാണ്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ, വെറുതെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറി, എപ്പോ നോക്കിയാലും നമ്മള് വലിയമാരൊക്കെ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിന്റെ മുട്ടക്ക് നോക്കിയാലെന്ന് പറയും, അല്ല ഉരുകിയ മാതിരി, എപ്പോ നോക്കിയാലും മുഖത്തൊരു ബ്ലഷിങ്സ് ഇല്ല, എപ്പോഴും ഒരു സ്മൈല് കാത്തു സൂക്ഷിക്കണം എന്നാണ്. നമ്മള് സ്മൈൽ, അതാണ് സ്മൈൽ, എപ്പോഴും ഒരു കാത്തു സൂക്ഷിക്കുന്ന ചിരി ഉണ്ടാവണം എന്നാണ്. അപ്പൊ ഞാൻ എന്റെ പേരനെ ഇതിൽ ഐ സ്മൈൽ എന്നാണ്, എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളായിട്ടാണ്. എന്ന് വിചാരിച്ചാൽ എപ്പോഴും ചിരിച്ചാട്ടി നടക്കൊന്നുമില്ല. ഈ സ്മൈൽ എന്നൊരു വാക്കുന്നുണ്ട്, ISMAIL, അതായത് ആൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ ആവേണ്ടത് അതാവും ചെയ്യും. അപ്പൊ ഞാൻ സീരിയസ്ലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിരിക്കാൻ അറിയാത്തവൻ ബിസിനസ് ചെയ്യരുതെന്നാണ് ലോകത്തിന്റെ നിയമമാണ്. നിങ്ങൾ എപ്പോഴും ഒരു ചിരി കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കടയിലേക്ക് കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ആകെ എന്താ പറയാ കണ്ണുരുട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ അവിടെ ഫ്രണ്ട് ഡോർ തന്നെ കണ്ടാൽ ആരാണ്ട് കയറുക? നേരെ മറിച്ച് നടന്നു പോകുമ്പോൾ തന്നെ മക്കളെ വരെയും ചായ കുടിക്കുകയും ചോറ് ഇതാ വന്ന് കഴിച്ചോളൂ കേട്ടോ, താത്ത, കാക്ക, ചേട്ടാ ഇങ്ങോട്ട് വന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടെങ്കിലും അന്നേരത്തൊന്ന് കഴിച്ചോളും. ഇതാണ്. സോ എന്തായാലും ശരി, നിങ്ങൾ ദേഷ്യം പിടിച്ചാൽ സംഭവിക്കല് ആരാൻ അല്ല പ്രശ്നം, ഈ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ ദേഷ്യം പിടിച്ചാൽ ലിവർ അടിച്ചു പോകും, ലിവർ കെയിന് നല്ല ചെലവുണ്ടാകും. നന്നായിട്ട് ടെൻഷൻ അടിച്ചാൽ വീക്കൻസ് യുവർ ലങ്സ് ഡിസോർഡർ ആവും, ശ്വാസം കിട്ടൂല, ലാസ്റ്റ് ഭാവിയിൽ പറയും ശ്വാസത്തിന്റെ പ്രശ്നമല്ല വെല്ലിപ്പാനെ കൊണ്ടേക്കണമെന്ന് പറയും എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക. ഇനി വെറുതെ നന്നായിട്ട് ടെൻഷൻ അടിച്ച് നിന്നാൽ കുഴപ്പമൊന്നുമില്ല, സ്റ്റൊമക്ക് ആകെ ഡിസോർഡർ ആവും. പിന്നെ വയറ്റിലേക്ക് എന്ത് തട്ടിയാലും വയറ്റുന്ന് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. എന്ത് വയറ്റിന്ന് തട്ടിയാലും ഈ കുട്ടിക്ക് എന്നാല അപ്പൊ ബാത്റൂമിക്ക് പോകണല്ല, അതല്ലെങ്കിൽ എനിക്ക് എന്ത് കഴിച്ചാലും ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും വയറിനകത്ത് പൊച്ചിലാണ് എരിച്ചിലാണ്. എന്താണ്? ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ടെൻഷൻ മാറ്റു കുട്ടി. അതുകൊണ്ട് ഫൈറ്റ് സ്ട്രെസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ആളുകൾക്ക് കൂടി കൊടുത്തോണ്ടു നടത്താം കേട്ടോ. അതായത് വയറ്റുന്ന പ്രശ്നം ആളുകൾക്ക് ഫൈറ്റ് സ്ട്രെസ് നന്നായിട്ട് വലിക്കുമായിരിക്കും, കാരണം എല്ലാം മൈൻഡ് സെറ്റ് ആണല്ലോ. ദെൻ സ്ട്രെസ് അടിച്ചാൽ അതാണ് വീക്കൻസ് യുവർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ. അത് വലിയൊരു ഘടകമാണ്. നമ്മളിങ്ങനെ ഈ പാൽപിറ്റേഷൻ നടക്കുന്ന ഹാർട്ട് ഉണ്ടല്ലോ, അതിന് പണി കിട്ടുന്നുണ്ട് സ്ട്രെസ് അടിക്കുമ്പോൾ. അപ്പൊ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആവശ്യത്തെ ചിന്തിക്കണ്ട. നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയത് മാത്രം ചിന്തിക്കുക, അല്ലാത്ത വിട്ടേര്, അത് ദൈവം പരിഹരിച്ചോളും, അല്ലെങ്കിൽ കാലം ഹീൽ ചെയ്തോളും. അപ്പൊ അത് വിടുക, അതുകൊണ്ട് തലയിൽ നിന്ന് ഇറക്കുകയല്ല. സോ ഫിയർ, ഭയങ്കര പേടി. സാറേ പ്ലാൻ കൊടുക്കാൻ പേടിയാണ്, MC ആകാൻ പേടിയാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാണ്, ഡോക്ടർ മുമ്പൊക്കെല്ലാം പേടിയാണ്, എനിക്ക് നീറ്റിക്കാൻ പേടിയാണ്, ഞാൻ ചെയ്താൽ എന്താണ്, ഇങ്ങനെ പേടിച്ച് പണ്ടാറിറങ്ങിയാൽ ഒരു കുഴപ്പമില്ല, കിഡ്നി അടിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നിനെ പറ്റി പേടിക്കണ്ട സാറേ, ഞാൻ ട്രൈ ചെയ്തോളാം, അങ്ങനെ തന്നെ പറഞ്ഞോളാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്തായാലും നമ്മൾ ഈ സാധനങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ആരാന്റെ തോൽവിയാണ്, ഒരിക്കലല്ല, നമ്മളുടെ അറിക തോൽവിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആരോടും ടെൻഷൻ അടിക്കണ്ട, അവനാൻ ഹാപ്പിയാ, ബി ഹാപ്പി ഫോർ അവർ, എനി ടൈം ബി ഹാപ്പി. സോ ഇനി പോസിറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻസ് എന്തൊക്കെയാണ്? ഒരു പക്ഷേ സന്തോഷം, ജോയ്, ലവ്, പ്ലീസ്, അത് ഭയങ്കര സംഭവം. ഈ സാധനം നിങ്ങൾക്കുള്ളിലുണ്ടോ, ഇത് തന്നെ നിങ്ങളിലേക്ക് വരും. ജോയ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാപ്പിയാണ് ആള്, നിങ്ങളിലേക്ക് ഹാപ്പി തിരിച്ചു വരും. എല്ലാരെയും സ്നേഹമാണ്, സ്നേഹം തിരിച്ചു വരും. എന്തുകൊണ്ടാ ഇന്ന് ആരും സ്നേഹിക്കാത്തത്? മറുപടി ഒന്നേ ഉള്ളൂ, നീ ആർക്കും സ്നേഹം കൊടുത്തിട്ടില്ല. അത് ശരിക്കും നെറ്റ്വർക്കിൽ ശരിക്കും തിരിച്ചറിയാൻ പറ്റും നമുക്ക്. ഒരു ലീഡറുടെ കൂടെ അനുയായികൾ ചങ്ക് പറിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ അനുയായികൾക്ക് വേണ്ടി ആ ലീഡർ കൊടുത്തിട്ടുണ്ടെന്ന് ഒരു സംശയമില്ല. ഇനി നിൽക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, ലീഡർ കൊടുത്തിട്ടില്ല, അതായത് കൊടുത്തത് തിരിച്ചു കിട്ടുമ്പോൾ ബ്ലിസ്, എല്ലാവർക്കും ബ്ലിസ്ഫുൾ ആയിട്ട് നമ്മളുടെ പ്രതികരണം കാണിക്കുക. എക്സൈറ്റ്മെന്റ്, എപ്പോഴും നല്ല എക്സൈറ്റ്മെന്റ്. സാർ എന്റെ ടീം ഒരു ഉറങ്ങി തൂങ്ങിയിട്ടാണ്, അതിനൊന്നേ ഉള്ളൂ, ഡ്രൈവിംഗ് സീറ്റിൽ നീയാണ്, വേറെ ഉത്തരവാദിത്വം ഒന്നും പറയാനില്ല. അപ്രീസിയേഷൻ, എന്ത് നടത്തിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, എന്നാൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കാത്തു സൂക്ഷിക്കുക. എപ്പോഴും ഈ ജീവിതത്തിൽ എപ്പോഴും വളരാൻ രണ്ട് തത്വജ്ഞാനേ ഉള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, പുറത്തു കൊടുക്കുക. സാരല്ല പോട്ടെ, നമ്മളല്ലല്ലോ ദൈവം അദ്ദേഹത്തെ പറിച്ചു കൂട്ടണം, അതിനൊരു പ്ലാൻ ദൈവത്തിനുണ്ടാവില്ലേ. ലീവ് ഇറ്റ്, അത് വിട്ടേര്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം, ഉള്ളതിൽ നന്ദി പറയുന്നേ. അപ്പൊ നമുക്ക് സാധാരണ മറ്റുള്ളതൊക്കെ വന്നോളും. മറ്റേത് അതിനും കുറ്റം പറയാം. നമുക്കുള്ള അപ്പ് ലൈൻസ് അടിപൊളിയാണ്, ഡൗൺ ലൈൻസ് അടിപൊളിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ 6 സിമ്പിൾ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന മാറ്ററിലേക്ക് വരണം, അപ്പൊ സബ്ജക്ട് ബേസ്ഡ് ഉള്ളതാണ്. അതുവരെ അതിന്റെ ഇൻട്രൊഡക്ഷനും സൈഡ് പാർട്ടും ഒക്കെയാണ്. സോ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും പറയില്ലേ, എന്നിലേക്ക് ബെൻസ് വരാൻ ഞാൻ എന്ത് കാരണം, എന്നിലേക്ക് 210 വരാൻ ഞാൻ എന്ത് കാരണം, എന്നിലേക്ക് ITCകൾ വരാൻ, എന്നിലേക്ക് ഡയമെൻഷിപ്പ് ഉള്ള ആളുകൾ വരാൻ ഞാൻ എന്ത് കാരണം? ഈ സാധനം, ഈ 6 സ്റ്റെപ്പ് ഉണ്ടാവും, എന്നിലേക്ക് അത് വരും. എന്താണ് ഈ 6 സ്റ്റെപ്പ്? വരുന്നില്ല
6 സ്റ്റെപ്പ് നീങ്ങുന്ന ചിലപ്പോൾ. ഓക്കെ. ഒന്നാമത്തെ ആസ്ക് എന്നാണ്. നിനക്ക് വേണ്ടത് നീ ചോദിക്കുക, വേണ്ടാത്തതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ചോദിച്ചാൽ ദൈവം തരും. അതാണ് ദൈവത്തിന്റെ പ്രശ്നം. നിങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? യു ഗെറ്റ് എ ലൈഫ് വാട്ട് യു ഹാവ് ദ കറേജ് ടു ആസ്ക് ഫോർ. ഈ ചോദ്യം ഞാൻ കണ്ടത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ എന്റെ 16-17 വയസ്സിലെങ്ങാണ്ട് ഓൾ ഓവർ ഇന്ത്യ അന്ന് ചെറുപ്പത്തിൽ കറങ്ങാൻ ആദ്യം പോയപ്പോ ഡൽഹി അവിടെ എത്തിയ സമയത്ത്, ലോട്ടസ് ടെമ്പിളിൽ എത്തിയ സമയത്ത്, ബഹായിസ്റ്റിന്റെ ടെമ്പിളാന്ന് തോന്നുന്നത്. എന്തായാലും ശരി, ലോട്ടസ് ടെമ്പിളിനകത്ത് എഴുതി വെച്ച ഒരു വാക്കാണ് ഞാൻ ഓർക്കുന്നത്. അതായത് അവിടെ എഴുതി വെച്ച വാക്ക്, ദൈവം എന്ത് തരാനും നിനക്ക് റെഡിയാണ് മോനെ, അനക്ക് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു സാധനതാണ്. കൈ ഉയർത്തിയിട്ട് ഒരു വിമാനം ചോദിക്കാൻ ആർക്കാ ധൈര്യം ഉള്ളത്? കൈയാണ്ട് വിറക്കും. എന്താ കാരണം എന്താ അറിയോ? ഞാനെങ്ങാനും ഫ്ലൈറ്റ് ചോദിച്ചിട്ട് ദൈവത്തിന് അതൊരു പണിയായല്ലോ, നമുക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷ ഒക്കെ ചോദിച്ചു നോക്കാൻ തോന്നും അല്ലെ? അപ്പൊ എന്തായാലും ശരി, ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോ, ദൈവം തരും. വേണ്ടാത്ത ചോദിക്കണ്ട. മുട്ടുവേദന മാറ്റിക്കൊണ്ടാന്ന് പറയണ്ട. മുട്ടുവേദന മേലേക്ക് പോയിട്ടുണ്ട്, അത് തിരിച്ചു വരും. അതുകൊണ്ട് എപ്പോഴും മുട്ടിന് സുഖം കൊണ്ടാന്ന് പറഞ്ഞാൽ മതി. സുഖം മേലേക്ക് പോയാൽ മതി കേട്ടോ. അതുകൊണ്ട് കടങ്ങൾ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കണേക്കാൾ നല്ലത് ദൈവമേ സാമ്പത്തികമായ അഭിവൃദ്ധി കൊണ്ടാന്നാണ്. പദങ്ങൾ മേലോട്ട് പോയ പ്രശ്നമാണ്. നൗൺസ് ആൻഡ് നെയിംസ്, അതാണ് യൂണിവേഴ്സ് ക്യാച്ച് ചെയ്യുക, അല്ലാതെ വെർബ്സ് അല്ല. അത് മനസ്സിലാക്കുക. വിശദമായിട്ട് പിന്നീട് പറയും. ലീഡർമാർക്ക് അത് അറിയാം, ചോദിച്ചു നോക്കുക. ദ ലോ ഓഫ് അട്രാക്ഷൻ രണ്ടാമത്തെ സാധനം ബിലീഫ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ? അത് വെരി ഇമ്പോർട്ടന്റ് ആ. വിശ്വസിക്കാതിരുന്ന ഒന്നും നടക്കില്ലാന്ന്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഈമാൻ അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്നത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ് എന്ന് പറയാറുണ്ട്. ആ ചർച്ച അവിടെ നിൽക്കട്ടെ, അതിന് വാക്കർത്ഥം വേറെയുണ്ട്. ഈ വെള്ളിയാഴ്ച പെരുന്നാളാണ് മൈ ലൈഫ് എനിക്ക് എപ്പോഴും അറിയോ, അൽ മുഅ്മിനീൻ. ഇതിൽ ബിലീഫ് സിസ്റ്റം ഉണ്ടായാൽ മതി. അതായത് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ ബിലീഫ് ഉണ്ടോ, നിങ്ങൾക്ക് ലീഡർഷിപ്പിൽ ബിലീഫ് ഉണ്ടോ, സിസ്റ്റത്തിൽ ബിലീഫ് ഉണ്ടോ, നിങ്ങളിൽ നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടോ? സെൽഫ് ബിലീഫ്. ഞാൻ വിജയിക്കും, ഞാൻ തോൽക്കാൻ പറഞ്ഞവനല്ല, ഞാനും ഒരു മില്ലേനിയർ ആകും. ഇത് രസകരമായ സീൻ എന്താന്ന് വെച്ചാൽ, ഞാൻ മില്ലേനിയർ ആകും, പക്ഷെ അതിനുള്ളൊന്നും ഞാൻ പഠിച്ചൂല. അപ്പൊ തന്നെ മനസ്സിലാക്കുക, നമ്മൾ ആരും മില്ലേനിയർ ആകാനുള്ള ബിലീഫ് ആയിട്ടല്ല നടക്കുന്നത്. നമ്മൾ സീരിയസ്ലി അത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഒരു കാർ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തന്റെ ആ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു MC ചെയ്യാനോ പ്രൊജക്ട് ചെയ്യാനോ നമ്മൾ മുന്നോട്ട് വരുന്നില്ല, നമ്മൾ പ്ലാന് പറയുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും വിശ്വസിക്കുക നമ്മളുടെ ഇതിൽ ബിലീഫ് ഒന്നും ചെയ്യുന്നില്ല, ആർക്കൊക്കെയോ ഉന്തി തള്ളി പോവാണ്. നേരെ മറിച്ച് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നാളെ ഞാൻ ഒരു മില്ലേനിയർ ആകുന്നത്, ഡയമണ്ട് ആകുന്നത് ഞാൻ ഇപ്പൊ തന്നെ പ്ലാൻ പറയാൻ തുടങ്ങും. കാരണം എന്താണ്, ഞാൻ അന്നാകുമ്പോ അന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടാവും, ഞാൻ ഇന്നത് തുടങ്ങിയാലേ പറ്റൂ. അപ്പൊ സീരിയസ്ലി ഇഫ് യു ബിലീവ് ഇറ്റ് യു മസ്റ്റ് ആക്ട് അക്കോർഡിംഗ് ടു ഇറ്റ് എന്നാണ്. നീ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നീ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ സാധ്യത ആസ്ക് ആണ്. രണ്ടാമത്തത് ചോദിച്ച സാധനത്തിൽ ബിലീഫ് ഉണ്ടാവണം. ദൈവം എനിക്കത് തരും. അല്ലാതെ അല്ല ദൈവമേ ഞാൻ ഇപ്പൊ ചോദിച്ചത് പാളിയോ, എനിക്ക് ബുദ്ധിമുട്ടാവും ഇപ്പൊ ഞാൻ ചോദിച്ചത്. ഒരു വിമാനം ചോദിച്ചാൽ, ഒരു ബെൻസ് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് മലക്കാളെല്ലാരും കൂടി കൂട്ടിട്ട് പ്രയാസമാകുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇതിനകത്തുണ്ടെന്നേ. സോ സീരിയസ്, ഇതിനകത്ത് നല്ല മനുഷ്യരാശി. കാരണം എന്താ? ട്രസ്റ്റ് ദ യൂണിവേഴ്സൽ ഇന്റലിജൻസ്. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും യൂണിവേഴ്സൽ ഇന്റലിജൻസിൽ വിശ്വസിച്ചേ പറ്റൂ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആ കിതാബിൽ ഒന്നും എന്തല്ല ഇമ്പോസിബിൾ ഇല്ല, എല്ലാം പോസിബിൾ ആണ്. നമ്മളെ സമയത്താണ് ഇമ്പോസിബിളും പോസിബിളും അല്ലാത്ത. ടു ഫ്ലൈ, അതിന് ആദ്യം മനസ്സിലാക്കുക, നമ്മളെ ഈ ദാരിദ്ര്യം പിടിച്ച മനസ്സൊഴിവാക്കണം. നിനക്ക് ആകാശത്തോട്ടൊക്കെ പറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഭൂമി വിടണം. അതായത് ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞിരിക്കുകയും ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങൾ പറയുകയും പ്ലാന് പോലും അങ്ങനെയായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ പറയാണ്, നമ്മൾ നാളെ എന്തായാലും എന്താ പറയാ 100 TCകളെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വലിയ റാങ്ക് ആള് പറയും, സാറേ 2 TC ഒക്കെ ഇന്റേതാവുന്നു. നമ്മൾ പറയും ഇറങ്ങിയാണ്ട് പോയിക്കോ, 2 TC പേരിൽ അടുക്കളയിൽ വെച്ച് നടത്തിക്കോ മീറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഒരു 100 അംഗ TCയുടെ പ്ലെയർ പറയുന്ന സമയത്ത് 50 ഇന്റേതുണ്ടാവും, സാറേ പൗതി ഇന്റേത്. എന്നിട്ട് അത് പറഞ്ഞ് ഡയലോഗ് പറഞ്ഞ് മുങ്ങരുത് കേട്ടോ. അത് ചെയ്യാനും നമുക്ക് പറ്റണം. ആദ്യം നമ്മൾ ഈ ദാരിദ്ര്യം പിടിച്ച മനസ്സ് ഒഴിവാക്കിയാൽ തന്നെ സക്സസ് താനെ വരുന്നുണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എങ്ങനെയെന്ന് ചിന്തിക്കണ്ട, അത് ദൈവം ചിന്തിച്ചോളും. എങ്ങനെയെന്നുള്ളത് ദൈവത്തിന് ഉത്തരവാദിത്തല്ല. എനിക്ക് വേണ്ടത് വിശ്വസിച്ച് നീ പറഞ്ഞോ, നടത്തി തരുന്ന സാധനം ദൈവം ഏറ്റെടുത്തിരിക്കും. മൂന്നാമത്തെ സാധനം വിഷ്വലൈസ്. നീ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് ക്ലാരിഫൈഡ് ആയ വിഷ്വലൈസേഷൻ ഉണ്ടോ? ഡെയിലി നീ നിന്റെ മൈൻഡ് കൊണ്ട് അത് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? നീ അത് വിഷ്വലൈസ് ചെയ്ത് ആനന്ദം കൊള്ളുന്നുണ്ടോ? ഈ ആനന്ദം കൊള്ളുന്ന സമയത്ത് നിന്റെ രോമകൂപങ്ങൾ അത് അറിയുന്നുണ്ടോ? അതായത് നിനക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മളെ ലൈഫിലേക്ക് എപ്പോഴും മനസ്സിലാക്കുക, കഷ്ടപ്പാട് എന്തൊക്കെയുണ്ടെങ്കിലും നല്ല നാളുകൾ, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി കം, ഇനിയും നല്ലത് വരാനുണ്ട്, ശുഭമസ്തു, നല്ല ശുഭം, അവസാനം അന്ത്യം നന്നായിരിക്കുന്നുള്ള വിശ്വാസം അത് നമുക്കുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ നന്നാവും, ഇല്ലെങ്കിലോ ആ വിശ്വസിച്ചമാരുണ്ടാകും. അതുകൊണ്ട് വിഷ്വലൈസേഷൻ കാത്തു സൂക്ഷിക്കാം. ഇനി വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ താല്പര്യം, അതിന്റെ സൗണ്ട് ഫീൽ ചെയ്യണം, അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യണം, അത് ടച്ച് ചെയ്ത പോലെ നിങ്ങൾ, അത് വേണമെങ്കിൽ ഒരു കാർ എടുക്കാൻ താല്പര്യമുള്ളവര്
നിങ്ങൾ ഇങ്ങനെ ഒരു നാൾ കാർ എടുക്കുന്ന ഇംഗ്ലാ വിളിക്കലല്ല ചെയ്യേണ്ടത്. കാർ എടുക്കാൻ താല്പര്യമുണ്ടോ നേരെ ഷോറൂമിൽ പോകാം, തൊട്, അത് ഉമ്മ വെക്ക്, അതുമായി ചാരി നിൽക്ക്, അതിന് ഞാൻ തൊട്ട് നക്കിയാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കാണ്. ഇവ നാവ് വെച്ചാലും കുഴപ്പമില്ല. അത് നിന്റെ കുട്ടിയെ പോലെ എന്റെ ലൈഫിലേക്ക് വരാനുള്ള ഒരു പുതിയ സന്തതിയാണ് ഇത്. പിറക്കാൻ പോണ ഒരു കുട്ടിയായിട്ട് പോലെ ആ കാറിനെ നിങ്ങൾ കാണും, അല്ലെങ്കിൽ അതുപോലുള്ള അച്ചീവ്മെന്റിനെ കാണും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ താനേ വരും. റിയൽ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് നമുക്കത് കണ്ണടച്ചിരുന്ന് ആ കാറിന്റെ ഡോർ അടയുന്ന സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസേഷൻ നടത്തുന്ന സമയത്ത് ഞാൻ എന്റെ ബെൻസിലാണ് എന്ന് വിശ്വസിക്കുന്ന സമയത്ത് അതിന്റെ ലെതറിന്റെ ആ ഒരു ടച്ചപ്പ് ഫീലിംഗ്, അതിനകത്തുള്ള ഒരു പെർഫ്യൂമിന്റെ ഗന്ധം, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വിഷ്വലൈസേഷനിൽ വിൽ ബി ആനിമേറ്റഡ്. അത് ആനിമേഷൻ നടത്തപ്പെടും. ഇല്ലെങ്കിൽ ഞാൻ അറിയില്ല. ദെൻ മറ്റൊരു വാക്കാണ് റിസീവ്. എന്താ ഈ റിസീവ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? സ്വീകരിക്കുക. ദൈവത്തോട് ഞാൻ ചോദിച്ച സാധനം ഞാൻ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? ദൈവത്തോട് ഞാൻ ചോദിച്ച സാധനം ഞാൻ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഈ റിസീവ് ചെയ്താൽ എന്താ ഇതിനർത്ഥം? അടുത്തത് വെക്കാനുള്ള സ്ഥലം നമ്മൾ അന്വേഷിക്കും. ആണോ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് എന്താ പറയാ ഇതിന്റെ സമയത്ത് നിങ്ങൾ ഡയമണ്ട് ആയാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്റെ വീടിന്റെ മുമ്പില് ഒരു കാർ പോർച്ച് ഉണ്ടാക്കും. അതാണ് ചിന്തിക്കുന്നത്. അതായത് വീട് ആ പഴയ തല്ലിപ്പൊളി വീട് തന്നെയാണ്. പക്ഷെ അതിന്റെ മുമ്പിൽ ബെൻസ് കൊണ്ടുവരാൻ നിൽക്കുകയാണ്, തക്കാളിപ്പട്ടിക്ക് ഗോദ്രേജിന്റെ കൂട്ടിടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ചിന്തിക്കാൻ പറ്റണം, എന്റെ വീടേ അതല്ലാന്ന് ചിന്തിക്കാൻ പറ്റണം. ഞാൻ അവിടുത്തുകാരനെ അല്ലാന്നേ. ദൈവം എനിക്കൊരു റോൾസ് റോയ്സ് തരുമ്പോ മിനിമം 3 കോടിന്റെ 4 കോടിന്റെ കാറ് തരുമ്പോ എന്റെ വീട് 15 കോടിന്റെ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ലീഡറെ എങ്ങനെ റിസീവ് ചെയ്തു? അതുകൊണ്ട് ഇഫ് യു റിസീവ് ഇറ്റ്, നീ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബിലീഫിൽ നിനക്ക് നന്ദി പറയാനും അതിന്റെ ഒരു എക്യുപ്മെന്റ്സ്, അറേഞ്ച്മെന്റ്സ്, സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ദാറ്റ് ഈസ് വൈ റിസീവ് ചെയ്താൽ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ കാണും. ഗ്രാറ്റിറ്റ്യൂഡ് റിസീവ് ചെയ്താൽ അടുത്ത വരുന്ന സ്റ്റെപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയും ദൈവത്തോട്. ദൈവമേ, എന്തായാലും എന്റെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോകല്ലേ. അത് ഇന്നാ പറയേണ്ടത്, അല്ലാതെ മാറിന്റെ രസമല്ല. മാറിന്റെ രസം പറയാൻ ആർക്കും അറിയാത്തത്. 2,14,000 അടിച്ചിട്ടത് അടിച്ചു എന്ന് പറയാൻ ആൾക്കാർ പറയാറിയാത്തത്. അടിച്ചതിന് മറ്റും പറയാൻ പറ്റുന്നല്ലേ കോൺഫിഡൻസ്, ബിലീഫ് എന്നൊക്കെ പറയാം. സോ എന്തായാലും ശരിയാ, വരയ്ക്കുന്ന സുഹൃത്തിനോട് ഒറ്റ വാക്കേ ഉള്ളൂ. പല ആളുകൾക്കും അത് ചലഞ്ച് വരാതിരിക്കാൻ മൊബൈൽ തോളിലാണെങ്കിൽ പോക്കറ്റിലാണെങ്കിൽ മാറ്റിയിടുക, ഡ്രൈവിംഗിലാണെങ്കിൽ ഓഫാക്കിയിടുക. അതെല്ലാം മറ്റെന്തെങ്കിലും കളിയിലാണെങ്കിൽ മൊബൈൽ മാറ്റി വെക്കുക പ്ലീസ്. കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ മടിയുടെ കുട്ടീനെ മാറ്റുക. എന്തായാലും ശരി, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി എന്ന് പറഞ്ഞാൽ ഐ ക്രൈഡ് ബിക്കോസ് ഐ ഹാഡ് നോ ഷൂസ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വാക്കാണ്. ഷൂസ് ഇല്ലാത്ത കാരണത്താൽ ഞാൻ കരഞ്ഞിരുന്നു. ഏതുവരെ? അൺടിൽ ഐ മെറ്റ് എ മാൻ വിത്തൗട്ട് നോ ഫീറ്റ്. കാലില്ലാത്ത മനുഷ്യനെ കാണും വരെ ഷൂസ് ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ കരഞ്ഞിരുന്നു എന്ന് പറയുന്ന വലിയൊരു റണ്ണർ ഉണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നമ്മളൊക്കെ അതാണ്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത്, നമ്മൾക്ക് എന്ത് കഷ്ടമുണ്ടോ അതിനേക്കാൾ ഡബിൾ കഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇന്ന് അന്തസ്സായി നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നേ വരെ ഉറക്കെന്തെന്ന് അറിയാത്ത, ഭക്ഷണം എന്തെന്ന് അറിയാത്ത, നാളെ ഞാൻ ജീവിക്കുമെന്ന് അറിയാത്ത, വാപ്പി മോനും കിടന്നുറങ്ങുമ്പോഴും ഉമ്മയും മക്കളും എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും നാളെ തങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ സൂര്യോദയം ഉണ്ടോ എന്ന് അറിയാത്ത, രാത്രി നട്ടപ്പാതിരക്ക് ഉറങ്ങുമ്പോ ബോംബും മിസൈലും വർഷിക്കുമെന്ന് വിശ്വസിക്കുന്ന പലസ്തീനിന്റെ മക്കളെ പോലെയുള്ള എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ദൈവം അവിടെ നമ്മൾ പറഞ്ഞില്ലല്ലോ, നമ്മൾ നല്ല സ്വതന്ത്ര ഭാരതത്തില്, നല്ല അടിപൊളി കേരളത്തില്, അതുപോലെയുള്ള പരിസരത്തിലൊക്കെ ഭാരതാംബയുടെ മക്കളാക്കാൻ നമുക്ക് പറ്റിയില്ലേ? അതുകൊണ്ട് വലിയൊരു ഭാഗ്യല്ലേ, നമ്മൾ നല്ലൊരു സ്ഥലത്തല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയാൻ നമുക്കുള്ളത് തന്നെയാണ് ബെസ്റ്റ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുക. എന്തായാലും ശരി, ദുരിതാനുഭവിക്കുന്ന ഒരു ദൈവം എപ്പോഴും ശാന്തി, സമാധാനവും വിജയവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദ ലോ ഓഫ് അട്രാക്ഷനിൽ പ്രധാനമായുള്ള ഒരു സാധനമാണ് ആക്ഷൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആക്ഷൻ വേണം. ബാക്കി 5 നമുക്ക് പറ്റും. ആസ്ക് ചോദിക്കാൻ പറ്റും സാറേ, വിശ്വസിക്കാൻ പറ്റും സാറേ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് സാറേ, മറ്റോ വിഷ്വലൈസേഷൻ ഒക്കെ പുടുത്തം വിട്ടതാണ്. ചില ആൾക്കാരൊക്കെ പറയും സാറേ ഞാൻ രാവിലെ വിഷ്വലൈസ് ചെയ്തിട്ട് ഉച്ചക്കാ പൊങ്ങുന്നത്, അതുവരെ ഒരു വർത്തിനും പോയിട്ടുണ്ടാവില്ല. ഡ്രീം സാറ് ഫുൾ ഡ്രീമാണ്. ഞാൻ നാളെ ഒരാഴ്ച അടുപ്പിച്ച് ഡ്രീം ചെയ്താൽ മോനെ. രാവിലെ 9 മണിക്ക് ഡ്രീം ചെയ്തിട്ട് വൈകുന്നേരം വരെ ഡ്രീം ചെയ്തു. ആ സമയത്താണ് എന്റെ സുഹൃത്തെ വർക്കിന് പോകേണ്ടത്. ഡ്രീം നട്ടപ്പാതിരാക്കി ഇരുന്നിരിക്കോ, ഉറപ്പ് ഒഴിവാക്കിയിട്ട്. അപ്പൊ സീരിയസ്ലി ഞാൻ പറഞ്ഞത് ആക്ഷൻ പാർട്ടിനകത്ത് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, if you are a doer, you are a winner. അത് എപ്പോഴും മനസ്സിലാക്കുക. ഡൂവേഴ്സ് ആർ ദ വിന്നേഴ്സ് എന്നാണ് ജീവിതത്തിൽ എപ്പോഴും തിരിച്ചേണ്ടത്. മിസ്റ്റർ അല്ലാമ ഇക്ബാൽ നമ്മളുടെ അദ്ദേഹത്തിന്റെ എന്താ പറയാ പേർഷ്യൻ ഭാഷയിൽ നിന്ന് പറിച്ചു നട്ട ഉറുദു കാവ്യത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, തുജെ ആബാസ് അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹി സക്തി കത്തു ഗുഫ്താർ വ കിർദാർ തു സാബിത്ത് വ സയ്യാറ. പറയുന്ന വാക്കിനർത്ഥം വന്നേ ഉള്ളൂ, നീ കർമ്മത്തിന്റെ ഭാഗത്തേക്ക് വരാത്തിടത്തോളം കാലം നിനക്കൊന്നും നേടാൻ പറ്റില്ല. ആശയം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനിയാവും ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ് ഈ പറഞ്ഞ ടെക്നിക്സ്. ആദ്യം നീ എന്ത് നേടുന്നവോ അത് വേർഡ്സ് നീ പറയാൻ തുടങ്ങും. ആ വേർഡ്സ് പറഞ്ഞു വരുന്ന സമയത്ത് തോട്ട്സ്, അതിനെ പറ്റിയുള്ള ചിന്തകൾ വരും. നീ നേടാൻ പോണത് സ്റ്റേജിൽ പറയും. അതല്ലേ നമ്മൾ ലീഡർമാർ ചെയ്യുന്നത്. എന്തിനാ ഈ മൈക്ക് പിടിച്ച് കാണുന്നത്? നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞത് വേർഡ്സ് വരട്ടെ ആദ്യം. ഇത് പറയാൻ തന്നെ പേടിയാ, പിന്നെ എങ്ങനെ അത് ചിന്ത വരിക? ഈ പറഞ്ഞതിനനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിച്ചതിനനുസരിച്ചുള്ള വൈബ്രേഷൻ ഉണ്ടാക്കാൻ തുടങ്ങും. ആ വൈബ്രേഷൻ വന്നാൽ റിസൾട്ട് താനേ വരും. പറയാൻ തന്നെ പേടിയുള്ള മനുഷ്യന് ചിന്തിക്കൂല. ചിന്ത വന്നില്ലെങ്കിൽ വൈബ്രേഷൻ വരില്ല. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള എല്ലാ സറൗണ്ടിങ്സ് ആണ് ഈ വൈബ്രേഷൻ.
അത് വന്നില്ലെങ്കിൽ റിസൾട്ടും വരില്ല. അതുകൊണ്ട് റിസൾട്ട് വേണമോ തുടങ്ങേണ്ടത് വേർഡ്സിൽ നിന്നാണ്. സോ വാട്ട് യു സ്പീക്ക് അത് നിന്റെ ജീവിതം തീരുമാനിക്കും. നീ നിന്നെ കുറിച്ച് എന്ത് പറയുന്നവോ നിന്റെ വേർഡ്സ് ടീമിനെ കുറിച്ചും സാഹചര്യത്തെ കുറിച്ചും പറയുന്നത് തീരുമാനിക്കും. സാറേ ഞാനൊക്കെ കുറെ കൊല്ലായി വന്നിട്ട് ഒന്നും കാണില്ല, ആവൂല, ഞാൻ ആകാൻ പോവുകയാണ് സാറേ എന്ന് ചിന്തിച്ചാ പോരെ. 1000 ചില്ലാനം കണ്ടെത്തൽ ഫെയിലായിട്ടും ഞാൻ ബൾബ് കണ്ടെത്താതിരിക്കാനുള്ള 1000 കണ്ടെത്തി എന്ന് പറയുന്ന ഐൻസ്റ്റീന്റെ ഒരു കഥയെ പറയാറുണ്ട്. തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്. സോ അതായത് ബൾബ് കണ്ടെത്താതിരിക്കാനുള്ള 1000കണക്കിന് വഴി ഞാൻ കണ്ടെത്തി, അപ്പൊ അടുത്തത് ബൾബ് കണ്ടെത്തി. മനസ്സിലായോ? നമ്മൾ പറയല എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് പറയും. നമ്മൾ എങ്ങനെയാ പറയാ? 1000 ചില്ലാനം പ്രാവശ്യം ട്രൈ ചെയ്തു, കണ്ടീര എന്ന് പറയും. നേരെ ഓപ്പോസിറ്റാ മൂപ്പര് പറഞ്ഞത്, ബൾബ് കണ്ടെത്താതിരിക്കാനുള്ള 1000കണക്കിന് വഴികൾ ഞാൻ കണ്ടെത്തി. അയ്യോ, അപ്പൊ അങ്ങനെ പറയാം. ടു ചേഞ്ച് യുവർ റിസൾട്ട്സ്, നിന്റെ റിസൾട്ട് ചേഞ്ച് ആകണമോ നിന്റെ വൈബ് ചേഞ്ച് ആക്കുക. വൈബ് ചേഞ്ച് ആവണമെങ്കിൽ തോട്ട് ചേഞ്ച് ആവണം. നിന്റെ ചിന്തകൾ ചേഞ്ച് ആവണമെങ്കിൽ നിന്റെ വരികൾ, വചനങ്ങൾ ചേഞ്ച് ആവണം. നീ നിന്നെ കുറിച്ച് എഴുതിയ ഡയറി ഒന്ന് വായിച്ചു നോക്കാണ്. എന്താണ് അതിലുള്ളത്? നീ ലോകം ഭരിക്കുന്ന നേതാവാവുന്നുണ്ടാ? അങ്ങനെ നടക്കും? ഇല്ലേ? എഴുതിക്കോ, ഉണ്ടാവും. എന്നിട്ട് അത് പറയാൻ തുടങ്ങുക. അതല്ലാതെ പറഞ്ഞിക്കാണ്ട് കണ്ണു പൊത്തി ചിരിച്ചരുത്. കാരണം എന്താണ്? ഞാനത് ആവുമെന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് ഇതിന്റെ പണിയില്ല. എന്നെ ആക്കാനായിട്ട് നമ്മൾ ആക്കാനായിട്ട് നടക്കില്ല. അതൊന്നുമല്ല. നമ്മൾ വിശ്വസിച്ചാൽ ആ യൂണിവേഴ്സൽ ഇന്റലിജൻസിലെ വിശ്വാസം ഉണ്ടോ, കാര്യം നടക്കും. അത്രയേ ഉള്ളൂ. സോ എന്തായാലും ശരി, നിങ്ങൾ പറയേണ്ടത് ഐ ആം ഓപ്സം, ഞാൻ എപ്പോഴും അടിപൊളിയാന്ന് പറയും. ഐ ആം വെൽത്തി, ഞാൻ നല്ല സമ്പന്നൻ എന്ന് പറയും. ഐ ആം ഹാപ്പി, ആണോ അല്ലേ ചോദ്യം ഇടല്ല. വിശ്വസിച്ച് പറയും, നീ ഹാപ്പി ആവും. ഐ ആം കോൺഫിഡന്റ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ്. ഐ ആം ഹെൽത്തി, ഞാൻ ഭയങ്കര സെറ്റാണ്, ഫിറ്റാന്ന് പറ. ഐ ആം അട്രാക്റ്റീവ്, എന്നിലേക്ക് വിജയങ്ങൾ അട്രാക്ട് ചെയ്യും. ഇതിലൂടെ കടന്നു പോകുന്ന എന്ത് സാധനം മാഗ്നറ്റിക് പവറായി എന്നിലേക്ക് കടന്നു വരുന്നത് വിശ്വസിക്കും. ഐ ആം പീസ്ഫുൾ, എനിക്ക് നല്ല സമാധാനം ചിന്തിക്കും, ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നവും വരും. അതുകൊണ്ട് ഐ ആം പീസ്ഫുൾ. അത് പീസ്ഫുൾ ആയിട്ട് പറയണം, അല്ലാതെ ഐ ആം പീസ്ഫുൾ എന്നൊന്നും പറയരുത്. ആ പീസ്ഫുൾ പറയുമ്പോൾ പീസായ മൈൻഡ് ഉണ്ടായിക്കോട്ടെ. ഐ ആം ലക്കി, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള. നിങ്ങളുടെ ഭാഗ്യത്തെ ഞാൻ ചിന്തിച്ചു നോക്കി, എത്ര ഭാഗ്യ കിട്ടിയത്. ഐ ആം ബ്ലസ്ഡ്, ദൈവം എത്ര അനുഗ്രഹം തന്നത്. മൈ ലൈഫിൽ വന്നില്ലേ എന്റെ കുഞ്ഞു മക്കളെ. അതിനെക്കാട്ടി ഞാൻ മക്കളെ എന്ന് പറയുന്നത് ക്ലാസ്സിൽ പറഞ്ഞാട്ടെ. നമ്മളൊന്നും ഒരിക്കലും എന്റെ പിതാവിന്റെയും രക്ഷിതാവിന്റെയും അതേപോലത്തെ പിതാപിതാവിന്റെ മേലെയും ഗ്രാൻഡ് ഫാദർ ആകാൻ പ്രായമുള്ളവരുണ്ട്. ഒക്കെ ഞാൻ മക്കളെ എന്നാണ് വിളിക്കുന്നത്, മുത്തശ്ശിമാരെയും വിളിക്കുന്നത്. എന്താ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചാൽ മതി. ഐ ആം കറേജസ്, ഞാൻ നല്ല ധൈര്യമുള്ള ആളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെയ്യും സാർ, ഞാൻ ചെയ്യും സാറേ, പ്ലാൻ ഞാൻ കൊടുക്കും സാർ, ഞാൻ എടുത്തോളാം സാറേ. 2 ഡോക്ടർമാരെ കണ്ട് സാറ് വരുമോ, ഞാൻ ഒന്ന് വരണോ, വേറെ അപ്പോയിന്റ്മെന്റ് എനിക്ക് ചെയ്തോടാ. ഓക്കെ സാർ, ഞാൻ ചെയ്തോളാം, നിങ്ങളെ ബ്ലെസ്സിങ്സ് മതി സാറേ, ഞാൻ പോയിക്കോളാം സാറേ. നിങ്ങളില്ലാതെ ഞാൻ ഈ ബിസിനസ് ചെയ്യില്ല. ഞാൻ തോൽക്കാൻ കാരണം സാറിന് 4 വട്ടം വിളിച്ചു, 4 വട്ടം കൂടെ പോളെ പോകുന്നില്ല, അതിനാൽ ഞാൻ തോറ്റുപോയി. ഇതൊക്കെ നിർത്തിയിട്ട് ഐ ആം കറേജസ്, എനിക്കും പറ്റും, ഞാനും പറഞ്ഞത് ഈ ഭൂമിയിൽ തന്നെ. അങ്ങനെ പറ. ദ ലോ ഓഫ് അട്രാക്ഷൻ, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഐ ഡോണ്ട് വാണ്ട്, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞേക്കാട്ടി നല്ലത് വേണ്ടത് പറയാം. അതായത് എനിക്ക് എന്താ പറയാ, തോൽവിക്കാരനാവണ്ട അങ്ങനെ പറയണ്ട, എനിക്ക് വിജയായാൽ മതി അങ്ങനെ പറഞ്ഞു. എനിക്ക് കടങ്ങൾ വേണ്ട അങ്ങനെ പറയണ്ട, എനിക്ക് സമ്പത്ത് മതി അങ്ങനെ പറഞ്ഞു. ഈ വേണ്ടാത്തത് പറയണ്ടല്ലോ, നമുക്കുള്ള സമയത്ത് ഉള്ളത് പറഞ്ഞൂടെ, പോസിറ്റീവ് പറഞ്ഞൂടെ. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന മറ്റൊരു വാക്കാണ് ഐ ഡോണ്ട് വാണ്ട് ടു ബി സിക്ക്, എനിക്ക് രോഗിയാവണ്ട, എനിക്ക് എന്താ പറയേണ്ടത്, ഐ വാണ്ട് ടു ബി ഹെൽത്തി, അത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. ഇനി എന്തായാലും ശരി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ആ പുസ്തകം ഞാൻ പറഞ്ഞ ഈ സാധനം ഇതാണ്, ആസ്ക് ബിലീവ് റിസീവ്. ഇതിനകത്തുള്ള എല്ലാ ക്ലാസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അടുത്ത ക്ലാസ് ഈ പുസ്തകമാണ്. സോ ആക്ച്വലി ഈ പുസ്തകം പറ്റുന്നവർ വായിച്ചോ. ദ സീക്രട്ട് മഹാത്ഭുതമാണ്, ഒരു സംശയം കരുതണ്ട, കണ്ണ് തള്ളിപ്പോകും. ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പി. എന്താ കാരണം എന്നറിയോ? ജീവിതം എത്ര സിമ്പിൾ എന്ന് മനസ്സിലാവും, ഒരു പ്രയാസമില്ല. നമ്മൾ എന്തിനാ അയൽവാസിന്റെ പ്രശ്നം നടത്തി നടക്കുന്നത്? ആസ്ക് ബിലീവ് റിസീവ്, ഇതാണ് ഇതിലെ തത്വജ്ഞാനം എന്ന് പറഞ്ഞത്. വാണെങ്കിൽ വായിച്ചു. സോ ആക്ച്വലി ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയാൽ ഈ കാർ നിങ്ങൾക്കുള്ളതാണെന്നേ. എപ്പോഴും ഇഫ് യു ബിലീവ്, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. നീയും ഒരു നാൾ ഹജ്ജിന് പോകും, ഉംറക്ക് പോകും, കാശിയിൽ പോകും, ശബരിമലയിൽ പോകും, നീയും ഒരു നാൾ ബദ്രിനാഥിൽ പോകും, വേണ്ടപ്പെട്ട പ്രസ്തുത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകും. എപ്പോഴും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയാം. ഈ BMW ബെൻസും റോൾസ് റോയ്സും നിന്റെ മുറ്റത്ത് കിടക്കും, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഒരു ബില്ലേനിയർ ലൈഫ് സ്റ്റൈൽ നിനക്കുണ്ട്. ലോകം മുഴുവൻ നീ കറങ്ങും, ഈഫൽ ടവർ നീ കാണും, പാരീസിൽ നീ പോകും, അമേരിക്കയിൽ നീ നടക്കും, സാഹിബിന്റെ മണ്ണിൽ നീ വീരേതിഹാസങ്ങൾ രചിക്കും. നിനക്കും ഒരു ഡയമണ്ടും DC ഒക്കെ അമേരിക്കയിൽ ഉണ്ടാകും. എപ്പോഴും നീ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ നിന്റെ പഞ്ചായത്തിലെ TC വരെ പണി നിർത്തും. ഏതാ വേണ്ടെന്ന് ചിന്തിക്കാം. സോ ആക്ച്വലി ഇങ്ങനെ ചിന്തിച്ച ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഈ വീട്. ഇതുപോലെ വീടെടുത്ത ആൾക്കാർ, നമ്മളെ കപ്പൽ ജോയുടെ വീടാണ്. അതേപോലെ തന്നെ അടുത്ത വീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാനിത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു 15 കൊല്ലം മുന്നോ എങ്ങാണ്ട് ഞാൻ എന്റെ ട്രെയിനിങ് സെഷനിൽ ഡ്രീം സെഷനിൽ കാണിച്ചു കൊടുക്കുന്ന വീടാണ്. പക്ഷെ ഈ വീട് അടുത്ത കാലത്ത് ഇതെന്റെ സ്വപ്നമെന്ന് മുബീൻജി കാണിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി.
ലോ ഓഫ് അട്രാക്ഷൻ വീണ്ടും വർക്ക് ചെയ്യുന്നു. ഈ വീട് കുറെ നാളായി. എന്റെ ടീമിനോട് ചോദിച്ചാൽ മതി. ജോയിൻ ചെയ്തതിന്റെ പിറ്റേന്ന് ആദ്യത്തെ സെഷൻ ഞാൻ ഇതായിരുന്നു. അന്ന് മനോജ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്മായിൽ സംഗതി ട്രെയിനറൊക്കെ തന്നെയാണ്, ഇപ്പൊ വന്നത് നാടന്മാരാണ്, ഇപ്പൊ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കരുതിട്ടോന്ന് പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്തതിന് പിറ്റേത്തെ ആഴ്ചത്തെ സെഷൻ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഞാൻ അന്ന് ട്രെയിനർ ആയിട്ടല്ല വന്നത്. അപ്പൊ നമ്മള് തൊള്ളിക്കൊള്ളാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും അങ്ങനെ റെയിൻബോ ഫംഗ്ഷനിൽ എനിക്ക് പോകാൻ പറ്റി. ഡ്രീം ലേൺ, അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഫംഗ്ഷൻ തന്നെ ഡ്രീം, നിങ്ങൾ സ്വപ്നം കാണും മനുഷ്യ എന്നാണ്. അതേപോലെ ലേൺ, പഠിക്കാൻ തയ്യാറാവ്, ദെൻ എക്സ്പ്ലോർ, എന്നിട്ട് ലൈഫിൽ നീ എക്സ്പ്ലോർ ചെയ്യ്, ഒരു മൂലക്ക് കടന്നുകൂടല്ല. പണ്ട് നമ്മുടെ ഏതോ ഒരു സഞ്ചാരിയാകുന്ന സഞ്ചാരത്തിന്റെ മെയിൻ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ, പേര് ഞാൻ പറഞ്ഞു, സന്തോഷ്, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക്, ഏതോ ഒരു മൂലയിൽ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി പോകല്ല. അങ്ങനെ ജീവിതാവല്ല. നീ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നീ സഞ്ചരിക്ക്, എന്നിട്ട് ലോകത്തെ കാണ്, ലോകത്തിന്റെ മനോഹരിതയെ നീ ആസ്വദിക്കും മനുഷ്യ എന്ന് പറയുന്ന പോലെ തന്നെ റെയിൻബോ ഫംഗ്ഷൻ എനിക്ക് കാണാൻ പറ്റി. ദുബായിയെ മനസ്സിലാക്കാൻ പറ്റി. ഈ ദുബായി കണ്ടപ്പോഴാണ് ചില സത്യങ്ങൾ. അവിടെ നമുക്ക് ഡയമണ്ട്സുകളുടെ കൂടെ ഒരുപാട് സെഷനുകൾ കയ്യിൽ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, എ ഡേ വിത്ത് ഡയമണ്ട് അല്ലെങ്കിൽ ഡിന്നർ വിത്ത് ഡയമണ്ട് നമ്മൾ കേട്ടത്. നമ്മൾ ഡേയ്സ് വിത്ത് ഡയമണ്ട് ആണ്. ഒരുപാട് ഡയമണ്ടുകളുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ മുബീൻജി നമ്മളെ മുന്നിലേക്ക് നിർത്താനും സംസാരിപ്പിക്കാനും ഹിന്ദിക്കാരെ കുറെ വരികൾ പറഞ്ഞു കൊടുക്കാനും രസകരമായിട്ട് അവരുമായി സംവദിക്കാൻ ഒരുപാട് ആളുകളെ കൂടെ ജീവിക്കാൻ കിട്ടുന്ന മീറ്റിംഗ് ഉണ്ടല്ലോ. മറ്റേ സ്റ്റേജിമത്തെ ഡയലോഗ് ഒരു മൈക്കയുടെ സൗണ്ടാണ്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലീഡർമാരുടെ കൂടെ ജീവിക്കും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, സ്റ്റേജിൽ നിന്ന് പഠിക്കണേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളെ ലീഡറുടെ കൂടെ സഞ്ചരിക്കും, കാറിൽ സഞ്ചരിക്കും, അദ്ദേഹത്തിന്റെ കൂടെ പ്ലാൻ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കാൻ ഒരുപാടുണ്ട്. ഇതാ ഞാൻ ഈ ബിസിനസ്സിനകത്ത് കണ്ടത്. ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് സമയത്തിനൊത്ത് പിന്നീടൊക്കെ അത് പറയുന്നുണ്ടാകും. ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സന്തോഷം പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ദുബായ് പോയപ്പോ കണ്ടൊരു വാക്കാണിത്, അല്ലെ? ഇതാണ് ഞാൻ ബുർജ് ദുബായ് കണ്ടപ്പോ അവിടെ എഴുതി വെച്ചത്. ബുർജ് ദുബായ് കാണുന്നതിന്റെ ഉള്ളിൽ എഴുതി വെച്ച ഒരൊറ്റ വാക്കുണ്ട്, ലാ ബദീല ലനാ അലിൽ മർകസിൽ അവൽ വകലിമത്തു മുസ്തഹീൽ ലൈസത ഫീ ഖാമൂസിനാ ഫീ ദൗലത്തിൽ ഇമാറാത്ത് സ്വഹിബ് സുമൂ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം. എഴുതി വെച്ച വാക്ക് എന്താണ്? ഈ കലിമത്ത് മുസ്തഹീൽ, അസാധ്യം എന്ന വാക്ക്, ലൈസത്ത് ഫീ ഖാമൂസിന, ഞങ്ങളെ ഡിക്ഷണറി തന്നെ അല്ല, ഫീ ദൗലത്തിൽ ഇമാറാത്ത്, ഞങ്ങളെ ഇമാറാത്തി രാജ്യത്തില് ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് തന്നെ അല്ല. അണ്ടർലൈൻ സ്വാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് ബിൻ അൽ മഖ്തൂം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ ദുബായ് ഭരണാധികാരി അത് പറയാണ്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. നിങ്ങൾ ആലോചിച്ചു ഈ ബുർജ് ദുബായിനെ കുറിച്ച് ആലോചിച്ചാല്, ഈവൻ ദ വെൽ നോൺ സയന്റിഫിക് ടോക്ക് വിൽ ഫെയിൽ. ഞാൻ എഴുതി വെച്ച ഓരോ വാക്കുകളാണ് അതൊക്കെ. എന്റെ ഡ്രീം ഡയറിയിൽ എഴുതി വെച്ച വാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ ഉള്ളൂ, അവിടെ ടൈപ്പ് ചെയ്തേ ഉള്ളൂ. ഇന്ന് സയൻസ് പറയുന്ന വരികൾ പോലും തോറ്റുപോയി. എന്തിന്റെ മുമ്പിൽ? ദുബായിക്ക് മുമ്പിൽ, അവരുടെ ടെക്നോളജിക്ക് മുമ്പിൽ, അവരുടെ വാശിക്ക് മുമ്പിൽ, പാഷന്റെ മുമ്പിൽ, ഡ്രീമിന്റെ മുമ്പിൽ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മുടെ ദുബായിയുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ സോൾട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുന്നത്, ഈ സോൾട്ട് ഉള്ള സ്ഥലത്തേക്ക് കമ്പി ഇറക്കി പോയാൽ തുരുമ്പ് പിടിക്കാൻ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ എല്ലാവരും പറയാം. ആ സ്ഥലത്ത് മേലോട്ട് പോയ ബുർജ് ദുബായിന്റെ താഴേക്ക്, ഏറ്റവും വലിയ ബുർജ് ദുബായ് താഴത്തേക്ക് കമ്പി കൊണ്ട് പോയിക്കണം. ഏത് സയൻസ് ആണെന്ന് ചോദിച്ചാൽ ഒന്ന് പറയും, ഈ ലോകം നിനക്ക് വേണ്ടി ഗൂഢാചരണം നടത്തും. അതിന്റെ ഉത്തരേ ഉള്ളൂ. അവിടെ സയൻസ് ആയിട്ട് വരാനൊന്നും പറ്റൂല. ആ സയൻസ് ഒക്കെ മാറ്റി മറയപ്പെടും. എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ മാറി മറയും. സോ സീരിയസ്ലി നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്കൊരു പവർ, ഡ്രീം ഉണ്ടെങ്കിൽ, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടോ, ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കൂടെ നിൽക്കും. ഈ ബുർജ് ദുബായ് കണ്ടപ്പോ നമ്മളൊന്നും കണ്ടിട്ടില്ല മക്കളെ. എല്ലാവരും പറയും, ഈ ദുബായ് ഞാൻ എന്തിനാ കാണിച്ചു വെച്ചാൽ, മൈ ലൈഫ് സ്റ്റൈലിന്റെ സൈറ്റ് തുറന്നാൽ അതിന്റെ ഫ്രണ്ട് പേജ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദുബായ്. കാരണം എന്താ, ഡ്രീമർക്ക് മൈ ലൈഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡ്രീം വലുതാവാൻ നിങ്ങൾ ദുബായ് ഒക്കെ ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ പുറമേ ഒന്ന് കാണുക. ഞാൻ കാലങ്ങളായി ട്രെയിനിങ് നടത്തി ദുബായിന്റെ മധു പറഞ്ഞു ദുബായ് എന്നെ അട്രാക്ട് ചെയ്തു. ലോ ഓഫ് അട്രാക്ഷൻ അവിടെ എത്തി. അങ്ങനെ സോ സീരിയസ്ലി ഞാൻ എന്റെ ലൈഫിലൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ആ സന്തോഷം മാത്രമാണ് ഈ പങ്കുവെക്കുന്നത്. പോയി കണ്ട ആൾക്കാരുടെ റിയലി സോറി, പോകാത്ത ആൾക്കാരുടെ വീണ്ടും പോകാനും അതിന്റെ അപ്പുറത്തേക്ക് പോയ ആൾക്കാരുടെ മാറുന്നു എന്ന് പറയാനുമാണ്. ബുർജ് ദുബായിലും മുകളിലും മുബീൻ സാറെ കൂടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിരുന്നു. കാര്യം ആ ദുബായ് മാളും ബുർജ് ദുബായും അതിന്റെ മുകളിൽ പോയി നിന്ന സമയത്ത് ചില വരികൾ ഞങ്ങളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് രാത്രി. അതിങ്ങനെ അവിടെ ടൈപ്പ് ചെയ്താണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡെപ്ത് ബിൽഡിംഗ്. നമ്മൾ ഈ ബുർജ് ദുബായ് കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ്, ഡെപ്ത് ബിൽഡ് ചെയ്തോളൂ. കാര്യം എന്താ അറിയോ, ബുർജ് ദുബായ് മേലേക്കല്ലേ പൊന്തിയത്, താഴത്തേക്കാണ്. നിങ്ങൾക്ക് ഡെപ്ത് ബിൽഡിംഗ് ഉണ്ടോ, ആ മേലേക്ക് നിങ്ങളെ വിജയത്തിന്റെ ബുർജ് ദുബായ് പൊന്നുന്നുണ്ടാകും, ബുർജ് ഖലീഫ പൊന്നുന്നുണ്ടാകും. ദ സ്ട്രോങ് ട്രീ, ഏറ്റവും പവർഫുൾ ആയ ട്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊമ്പ് മേലേക്കുള്ളതല്ല, താഴത്തോട്ട് ഏറ്റവും നല്ല വേരുകൾ പടർന്ന് പന്തലിച്ചതാ. എങ്കിൽ കൊടുങ്കാറ്റും ടൈക്കൂൺസും ടെമ്പസ്റ്റും ടൊർണാഡോയും അതേപോലെ തന്നെ സൈക്ലോണും, എന്ത് കൊടുങ്കാറ്റ് വന്നാലും ശരി, കത്രീന വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ശരി, ആ മരം വീഴില്ല. അതുകൊണ്ട് നിങ്ങളെ ഡെപ്ത് ബിൽഡിംഗ് ആണോ, നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കണ്ട. ഇല്ലേ, രണ്ടാളെ വെച്ച് ഉന്തിത്തള്ളുന്ന വണ്ടി രണ്ടാൾ പണി നിർത്തിയ നാളെ വണ്ടിന്റെ EMI കൊടുക്കാൻ ഒരു പക്ഷേ നിങ്ങൾ അടുത്ത ആളെ നോക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സീരിയസ്ലി പറയാം, ഡെപ്ത് ബിൽഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ബിസിനസ്. അത് ഞാൻ ഈ ബുർജ് ദുബായിൽ മുബീൻ സാർ കൂടെ മുകളിൽ 124ാമത്തെ നിലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ. ഒരു ഡയമണ്ടിനോ ബുർജ് ദുബായ് പോലെ വിജയം വരിച്ച ഒരു ഡയമണ്ടിന്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ രസം
നേരത്ത് നമുക്ക് കിട്ടുന്ന ഉപദേശം നിർദ്ദേശം അതിന്റെ അപ്പുറത്തേക്ക് ബുർജ് ദുബായ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ലിഫ്റ്റ് ഒന്നും പറയാൻ തന്നെ വയ്യ. ഇൻഷാല്ലാഹ് അതൊക്കെ ദുബൈന്റെ വിഷയത്തിൽ നമ്മൾ ലീഡർ പറ്റേണ്ടാവും. പണ്ടാരെ പറഞ്ഞ പോലെ ദുബായിക്കാരനായി. എന്തായാലും ശരി, ദൈവത്തിന്റെ സഹായം എന്റെ ലീഡർമാർക്കും അവരെല്ലാവരും എന്നെ ലീഡർഷിപ്പിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. ഒരു ടി സി ആണെങ്കിലോ ടി സി ആണെങ്കിലോ അതല്ലെങ്കിൽ ഇതിന് ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയോ ആണെന്നെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നം വളർന്നില്ലായിരുന്നെങ്കിൽ ഈ എനർജി ഫ്രീക്വൻസി കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ദുബായും കാണൂല, മറ്റുള്ള സ്ഥലങ്ങളും കാണൂല. ഇതിലൊക്കെ എല്ലാ ക്രെഡിറ്റും എന്റെ ടീമിനും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുമാണ്. കാരണം നിങ്ങളെ സപ്പോർട്ടുകൊണ്ടല്ലേ ഞാൻ വളർന്നത്. പക്ഷെ എന്തായാലും ശരി, ദുബായിന്റെ മുകളിലെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണിരിക്കുന്നത്. ഞാൻ ഡ്രീം ബിൽഡ് ചെയ്തപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നത് കാണേണ്ടവർ കാണേണ്ടുന്ന സ്ഥലമാണ്. അതന്നെ ഇതിനെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്. യു മസ്റ്റ് ഹാവ് എ ഫ്രെയിം ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ. അതായത് നമ്മുടെ ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞ ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൽ വെച്ച് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിനും ഈ ഒരു ഫ്രെയിം ഉണ്ടാവട്ടെ. അതാണ് ഞാൻ എഴുതിയത്. മൈ ലൈഫ് സ്റ്റൈൽ അതിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് എന്തിന്റെ ഫ്രെയിമാണ്? എന്റെ വെർഷൻ 1 വെർഷൻ 2. ബിഫോർ മൈ ലൈഫ് എനിക്കൊരു ലൈഫ് ഉണ്ടാവണം, ആഫ്റ്റർ മൈ ലൈഫ് എനിക്കൊരു ലൈഫ് ഉണ്ടാവണം. ഇത് രസം എന്താന്ന് വെച്ചാൽ മൈ ലൈഫിന്റെ മുന്നത്തെ അതേ സ്വഭാവം തന്നെയാണ് അതിന്റെ ബാക്കിൽ. മൈ ലൈഫ് കിട്ടിയിട്ട് സ്വഭാവം തന്നെ, ഡ്രസ് കോഡ് അതന്നെ, ചിന്താഗതി അതന്നെ, അസോസിയേഷൻ അതന്നെ, കാട്ടിക്കൂട്ടൽ ഹാബിറ്റ് ഒക്കെ അതന്നെ. മാറണം മക്കളെ. അതിനാണ് ഈ ഫ്രൈജ് നമ്മൾ ഫ്രെയിം കാണിച്ചത്, ദുബായ് ഫ്രെയിം. ആ ഫ്രെയിം ഉണ്ടാക്കിയ ഭരണാധികാരി കാണിച്ചു കൊടുക്കാണ് ലോകത്തോട്, ഞങ്ങൾ ദുബായിയെ 2 ആക്കി, അതിനൊരു മഹാത്ഭുതം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു. ആ പുറത്ത് കാണുന്നത് ഫുള്ള് ഓൾഡ് ദുബായ്, ഇങ്ങപ്പുറത്തുള്ളതൊക്കെ ന്യൂ ദുബായ്. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് എന്റെ രാജ്യം 2 ആക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു ബോധം ഉണ്ടായതുകൊണ്ടല്ലേ. എന്തുകൊണ്ട് നമ്മളെ ലൈഫിൽ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിക്കൂടാ? 2 ഫ്രെയിം നമുക്ക് ഉണ്ടാവണം. ഓൾഡ് വേറെയും വെർഷൻ 2 വേറെയും വരട്ടെ. ഇന്ന് നിങ്ങൾ അതിന്റെ പ്ലാൻ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് മനോജ് സാറിന്റെ വരികയാണ്, ലിവ് ദ ലൈഫ് കിങ് സൈസ്. രാജാവിനെ പോലെ ജീവിക്കുക. നമ്മളുടെ ഇന്ന് റോഡ് സൈഡിൽ നമ്മൾ എപ്പോഴെങ്കിലും റോൾസ് റോയ്സ് കാണുമോ കാണില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്ന് പറഞ്ഞാല് കടപ്പുറത്ത് മീൻ ഉണക്കാട്ട മാതിരിയാണ് റോൾസ് റോയ്സും ബെൻസും ബെന്റിലും മക്ലറേനും ഒക്കെ കിടക്കുന്നത്. ഞാൻ സത്യം പറയാം, നമ്മുടെ ഇതില് പോകുന്നത് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ള ആ വീഡിയോ ഞാൻ വന്ന് കാണിച്ചത്. 1 മിനിറ്റിനകത്ത് ചുരുങ്ങിയത് 100 ചില്ലാനം 1 കോടിയുടെ കാറ് പോകുന്ന ഒരു റോഡായിട്ട് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിൽ എനിക്ക് കാണാൻ പറ്റും. അതായത് 8 വരി പാത അങ്ങോട്ടും 8 ഇങ്ങോട്ടും 16 വരി. ഈ 16 വരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാധനം 1 മിനിറ്റിനകത്ത് എത്ര വാഹനം ഉണ്ടാവും ചിന്തിച്ചാൽ മതി. ഒരു സെക്കൻഡിൽ ചുരുങ്ങിയത് ഒരു 10 വാഹനം അപ്പുറത്തും ഇപ്പുറത്തും കൂടി പോകണമെങ്കിൽ 1 മിനിറ്റിനകത്ത് എത്ര 100 നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു 10-500 വാഹനം 1 കോടിൻ്റെ. അത് ബെൻസും മക്ലറും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ബെൻസൊക്കെ അവിടെ ഞാൻ ഗൾഫ് പോയ ആൾക്കാർ വീണ്ടും സോറി പറയാം, നിങ്ങൾ കണ്ട് പള്ളറിഞ്ഞിരിക്കണം. പക്ഷെ ഞങ്ങളെ പോലത്തെ സാധുക്കൾ ഉണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു രസമുള്ളൂ. അതുകൊണ്ടാണ് മാത്രം. അതുകൊണ്ട് കണ്ട ആൾക്കാർ ബാക്കിയുള്ള ടീമിനോട് പറഞ്ഞു കൊടുക്കുകയും ഡ്രീമിന്റെ സെഷൻ ഒന്നും നടത്തണ്ട, അവനോട് പറയാം ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ ദുബായി കണ്ടിട്ട് പോന്ന് പറഞ്ഞാൽ മതി, എന്നാൽ താനേ ബിസിനസ് ചെയ്യും. ഇങ്ങനെയാണ് ലോകം. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം. നമ്മളൊന്നും ഒരു കാറിന്റെ മുദ്രാവാക്യം പറഞ്ഞിട്ടും ഞാനൊക്കെ എന്റെ ഒരു എന്താ പറയുക ഗതിയുടെ നല്ല സാധനം ഞാൻ അച്ചീവ് ചെയ്ത ദൈവം സഹായിച്ച് നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങോട്ട് പോയപ്പോഴാണ് ഒന്നുമേ അച്ചീവ് ചെയ്തിട്ടില്ലെന്നും അച്ചീവ് ചെയ്യാനുള്ളതാണ് ബാക്കി എന്ന് മനസ്സിലായത്. കാര്യം ചായ കുടിക്കാൻ വേണ്ടത് റോൾസ് റോയ്സിൽ, രാത്രിക്കത്തെ ചായ കുടിക്കാൻ വേണ്ടത് പിന്നെ ഫെരാരിയില്, അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്തരം ലീമോസില്, ആ നീണ്ട സാധനത്തില്. ഒരാളെ പെരിയിൽ തന്നെ 10ഉം 5ഉം കാറൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം 1ഉം 2ഉം 3ഉം കോടിയുടെ കാറ്. ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ കാർ പോർഷൻ നോക്കിയാൽ ചകിരിപ്പൊളിന്റെ മൂലക്കല് സ്റ്റാർട്ട് ആകാത്ത ഒരു സ്കൂട്ടി ഉണ്ട്. അതിന് എങ്ങിയപ്പുറത്ത് 15 കൊല്ലായിട്ട് അതിന്റെ ബാറ്ററി പെട്ടി കേടുന്നിരിക്കുന്ന ഒരു കാറും ഉണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ പറയും ഞാൻ എല്ലാം നേടിയിരിക്കണം. ഇൻകം പ്ലാൻ കൊടുക്കുമ്പോഴും പറയും ഞാൻ ഇപ്പൊ സെറ്റാണ്, മക്കളെ കെട്ടിച്ച് അത്യാവശ്യം നടക്കാൻ 2 വീലറും 4 വീലറും ഉണ്ട്. അതിന് രജിസ്ട്രേഷൻ തന്നെ എടുത്തു പോയിട്ടുണ്ടാവും. അപ്പൊ സീരിയസ്ലി ഇതൊക്കെ മാറ്റിയിട്ട് ലോകം ഫാസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല നമ്മുടെ ഷെയ്ഖ് സായിദ് മോസ്കിലേക്കും അതേപോലെ തന്നെ ആ മഹത്തായ ടെമ്പിളിലേക്ക് ഒരു നല്ല ഹൈന്ദവ സമൂഹത്തിനെ പറ്റി ഒരു കിടിലൻ ടെമ്പിൾ, ഞാൻ മുബീൻ സാർ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഈ ടെമ്പിളിന്റെ മുമ്പിൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ലവ് കെയർ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക പരസ്പരം സ്നേഹിക്കുക, മതം മറന്ന് രാഷ്ട്രീയം മറന്ന് ഫ്രാറ്റേണിറ്റി, ഒരു സൗഹൃദം നമുക്ക് ഉണ്ടാക്കുക. ഇക്വിറ്റി വിൽ ക്രിയേറ്റ് വണ്ടേഴ്സ്. ഈ ലോകത്ത് മഹാത്ഭുതം ഉണ്ടാക്കാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഞാൻ സ്നേഹിച്ചത് ഈ വിഷയത്തിലാണ്. എല്ലാ മതക്കാരെയും എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുമ്പോഴല്ലേ മനുഷ്യത്വം ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ പോയത് ഞാൻ ഉന്നത ജാതി, ഞാൻ ഭയങ്കര സമൂഹം, അതൊന്നും ഈ ലോകത്തില്ല. എല്ലാം ദൈവത്തിന്റെ അടിയങ്ങളാ. സ്രഷ്ടാവ് ദൈവം, ബാക്കി സൃഷ്ടിജാലങ്ങൾ ഫുള്ള് സെയിം ടു സെയിം ആണ്. അതിന് ഇനി കുറച്ച് പൈസ തോന്നുന്നുണ്ടെങ്കിൽ മറ്റവനൊക്കെ താനെ വന്നോളൂ. പന്ത് എല്ലാവരും കാലുമുലും എത്തും, അന്ന് ഗോളിടാം. പക്ഷേ വർക്ക് ഫോർ ഇറ്റ്. പക്ഷെ ഞാൻ പറയുന്നത് മൈ ലൈഫ് സ്റ്റൈൽ അതാണ്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളത്. നല്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലേ? അടിപൊളി ഫുഡായിരുന്നു, പറയാൻ പറ്റാത്ത അത്ര ടോപ്പ് ഫുഡായിരുന്നു. അതായത് എല്ലാം ഹൈലി ലക്ഷറി ആയിരുന്നു. ഹൈ ലക്ഷറി എന്ന് പറഞ്ഞാൽ ഹൈ ലക്ഷറിയിലായിരുന്നു. മുബീൻ സാർ എല്ലാം സെറ്റ് ചെയ്ത് റെയിൻബോ ഫംഗ്ഷൻ. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുബീൻ സാർ സെറ്റ് ചെയ്യുന്നല്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൂടാ ഫാമിലി ആയിട്ട്? എന്തുകൊണ്ട് ഞാനത് പോയതിനു ശേഷം ചിന്തിച്ചാൽ നമുക്ക് ഇതേമാതിരി ഇതല്ലേ നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത്? ഇതൊന്നും നമ്മൾ രക്ഷിതാക്കളെ കാണിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് എന്റെ ഉമ്മയും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ജീവിക്കുന്ന ആൾക്കാരെ രക്ഷിതാക്കളുണ്ട്. മക്കളെ നിങ്ങൾ പ്ലാൻ ചെയ്യും, നിങ്ങളെ അമ്മാനെയും ബാപ്പനെയും അച്ഛനെയും അമ്മനെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഒരു ലോകം ഉണ്ടെന്ന്. നമുക്ക് വേണ്ടി നമ്മുടെ കഷ്ടത്തിലും മൂത്രത്തിലും കിടന്നുറങ്ങിയ അച്ഛനമ്മയില്ലേ?
അവരാ അച്ഛനെ അമ്മേനെ കൈ പിടിച്ചുകൊണ്ട് ഗുരുജയ ദുബായിലെ അറ്റ്ലാന്റിസ് ഹോട്ടലിൽ കൊണ്ടുപോയി കിടത്തി ഉറക്ക്. ഒരു ദിവസം കിടന്നുറങ്ങാൻ 1 ലക്ഷം 2 ലക്ഷം വരുന്ന ഹോട്ടലുകളുണ്ട്. ഒരു ദിവസം ഒരു രാത്രി തന്റെ അച്ഛനും അമ്മക്കും അങ്ങനത്തെ ഒരു ചാൻസ് കൊടുക്കണം. നമുക്കായി വെയിൽ കൊണ്ടവർ. അവർ കൊണ്ട വെയിലായിരുന്നല്ലോ നമ്മൾ കൊണ്ട തണല്, അവർ കൊണ്ട പട്ടിണിയായിരുന്നല്ലോ നമ്മൾ നിറച്ച വയറ്. ആ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊരു സമ്മാനമായിട്ടെങ്കിലും ലൈഫിൽ ഒരട്ടെങ്കിലും അവർ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ വേഗം ചെയ്യേ. ഞാനൊക്കെ അതാ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ നായ പ്രായത്തിൽ ചെയ്യണ്ടേ. പണ്ട് നമ്മളുടെ മുനീബ മസാരി പറഞ്ഞ പോലെ തന്നെ ലോകത്ത് പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പല ആൾക്കാരെ തേടി നടന്നു, ഹീറോകളെ. ഒന്നിനും കണ്ടില്ല. അവസാനം ഞാൻ തന്നെ ആ ഹീറോ ആയി മാറി. ഐ കുഡ് നോട്ട് ഫൈൻഡ് എ ഹീറോ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ. എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒരു ഹീറോനെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്തായി ഒരു ഹീറോ ആയി മാറി. അങ്ങനെ ചിന്തിക്ക്. നിങ്ങൾ മറ്റൊരു അപ്ലൈനെ തേടി നടക്കല്ല, നിങ്ങൾ തന്നെയാണ് ആ അപ്ലൈന്. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ലിസ്റ്റ് കൊണ്ടുവരണമെങ്കിൽ യു ആർ ആൻ അപ്ലൈൻ. നിങ്ങൾ പറയാൻ നിന്റെ അപ്ലൈൻ ശരിയല്ലാന്ന്, നീ എന്ന അപ്ലൈൻ ശരിയാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തും. എന്നിട്ട് നീ എന്നെ അതാവും. യു ആർ ദ ഹീറോ. നിന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ടീം. അതുകൊണ്ട് ഐ വിൽ, ഐ ക്യാൻ, ഐ മസ്റ്റ്. ഞാൻ നേടുമെന്ന് വിശ്വസിക്കുക, നേടിയ അടങ്ങുമെന്ന് വിശ്വസിക്കുക. ഈ ലോകത്തിനെ മാറ്റാൻ ഞാൻ പിറന്നവനാണ് വിശ്വസിക്കുക. എന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററി ഞാൻ തന്നെ മാറ്റുമെന്ന് വിശ്വസിക്കുക. ഒരാൾക്കും വിട്ടുകൊടുക്കല്ല. യു ആർ ബോൺ ടു ക്രിയേറ്റ് ഹിസ്റ്ററി ഇൻ യുവർ ഫാമിലി. എന്റെ കുടുംബത്തിന്റെ പിക്ചർ മാറ്റാൻ പറഞ്ഞവനാടോ നീ എന്ന് ചിന്തിക്ക്. അങ്ങനെ എന്നോട് സ്വയം ഇങ്ങനെ അങ്ങോട്ട് പറയും. ഞാൻ അതിനായിട്ട് പറഞ്ഞതാ. ഇന്ന ദൈവം വിട്ടത് എന്റെ കുടുംബത്തിന്റെ പിക്ചർ മാറ്റാനാ. ആദ്യം നീ നിന്റെ പിക്ചർ മാറ്റിയ കുടുംബത്തിന്റെ പിക്ചർ മാറും. യെസ്, ഐ ആം ദ വിന്നർ. നിങ്ങൾ തേടുക, ഉണരുക, വളരുക. താങ്ക് യു പറയാൻ വേണ്ടി ഞാൻ മൈ ലൈഫ് സ്റ്റൈലിൽ ഇതേ സ്ലൈഡ് തന്നെ കൊടുക്കുന്നത്. മൈ ലൈഫ് സ്റ്റൈലിനെ കാണിക്കുന്നത് ദുബായിന്റെ ഫോട്ടോ വെച്ചിട്ട് അവരെ സൈറ്റ് തുടങ്ങിയത് എന്തിനാണെന്നറിയോ? ദുബായ് പോലുള്ള ഡ്രീം സിറ്റി കണ്ടാങ്ങൾ വളരും. ഡ്രീമർക്ക് മൈ ലൈഫ്. അല്ലാതെ പഴയ കാലത്തുള്ള ഹാൻഡ് ടു മൗത്ത് റീച്ചിങ് ഫുഡിന് വേണ്ടിയല്ല. എന്തായാലും ശരി, സമയം കുറച്ച് വൈകിയെങ്കിൽ റിയലി സോറി. പറഞ്ഞതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടും വിജയത്തിന്റെ നീട്ടം കൊണ്ടും മാത്രം നീണ്ടതാണ്. എല്ലാവർക്കും വിജയങ്ങൾ നേർന്നുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ ശിഖരങ്ങളിൽ വർണ്ണ ശബളിമ തീർത്ത വിജയത്തിന്റെ പ്രശോഭിത താരങ്ങളായി വെട്ടിത്തിളങ്ങാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് മൈ ലൈഫ് സ്റ്റൈലിൽ കൂടെയുണ്ട്, SBG കൂടെയുണ്ട്, എന്റെ ലീഡർമാർ കൂടെയുണ്ട്, എല്ലാ ലീഡർമാരും കൂടെയുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, എല്ലാ വ്യക്തി വൈരാഗ്യങ്ങളും മറന്നുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് വളരാനാണ് ഞാൻ വന്നത്. എനിക്ക് വ്യക്തിവൈരാഗ്യം ചിന്തിക്കാൻ സമയമില്ല, കഷ്ടപ്പാട് ചിന്തിച്ചു പറയാൻ സമയമില്ല. എല്ലാം മാറ്റിയിട്ട് ജയിക്കാൻ ഇറങ്ങ്. ദൈവമാണ് കൂടെയുള്ളത്. ദൈവത്തിന് ഇഷ്ടം സ്നേഹമാണ്, ദേഷ്യമല്ല. ദൈവത്തിന് ഇഷ്ടം സഹകരണമാണ്, കുറ്റം പറച്ചിലല്ല. ദൈവത്തിന് ഇഷ്ടം കാരുണ്യമാണ്, ഒരാൾക്ക് പണി കൊടുക്കലല്ല. ദൈവത്തിന് ഇഷ്ടം മറ്റൊരാളെ സഹായിക്കലാണ്, അവനെ ഉപദ്രവിക്കലല്ല. ദൈവത്തിന് ഇഷ്ടം സത്യം പറയലാണ്, കള്ളം പറയലല്ല. ദൈവത്തിന് ഇഷ്ടം ധർമ്മമാണ്, അധർമ്മമല്ല. ദൈവത്തിന് ഇഷ്ടം ന്യായമാണ്. നീ ന്യായത്തിന്റെ, ധർമ്മത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ വഴിയിൽ നീ ഉണ്ടോ? ദൈവം നീ തന്നെയാണ്. നിന്നിൽ തന്നെ ആ ദൈവം ഉണ്ട്. തത്വമസി. താങ്ക് യു. ബെസ്റ്റ് വിഷസ്. ഓവർ ടു പറയുന്നില്ല, അതിന് സമയമില്ല. താങ്ക് യു. ഗോഡ് ആമൻ. ലവ് യു ഓൾ. നിങ്ങൾ എല്ലാവരും വിജയിക്കും, ഒരു സംശയമല്ല. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു. Class is over. Class is over. Thank you. Love you all.